وكف أيدي الكافرين والظالمين والحاسدين والساهرين عنا يا خفي الألطاف. اللهم نجنا مما نخاف، اللهم وفقنا لما تحب وترضى واجعلنا من عبادك الصالحين. اللهم ثم إلى حضرات أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وأعمامنا وعماتنا وأخوالنا وخالاتنا وسائر أقربائنا من الأموات يا رب العالمين. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. صلى الله تعالى سبحان ربك رب العزة. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമുക്ക് ജാലിക തീർക്കാനുള്ളത് കൊണ്ട് ആ ബാക്കിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ആ കാലിയുള്ള സീറ്റിലേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. നമുക്ക് ജാലിക തീർക്കാനുള്ളത് കൊണ്ട് ആ ബാക്കിലുള്ള ആളുകളൊക്കെ ആ ഇടയിൽ കാലിയുള്ള സീറ്റിലേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഈ അനുഗ്രഹീതമായ ധന്യവേദിയെ അനുഗ്രഹീതമാക്കിക്കൊണ്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ അബുദാബി സ്റ്റേറ്റ് പ്രസിഡന്റ് ഹാരിസ് ബാക്കവി സ്വാഗത ഭാഷണം നടത്തുന്നു. ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വേദിയിലെ സമ്മതരായ നേതാക്കളെ, വിവിധ സംഘടനാ പ്രതിനിധികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധേയവും അനുഗ്രഹീതവുമായ ഒരു പരിപാടിയിലാണ് നാമൊക്കെ സമ്മേളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ മാതൃരാജ്യം ഇന്ത്യ മഹാരാജ്യം ഇന്നലെ അതിൻ്റെ 63ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കേരളത്തിനകത്തും പുറത്തുമായി, അല്ലെങ്കിൽ ഇന്ത്യക്കകത്തും പുറത്തുമായി വിവിധ സംഘടനകൾ ഗവൺമെന്റ് തലത്തിലുമല്ലാതെയുമായി റിപ്പബ്ലിക് ദിന പരിപാടികളുമായി മുന്നോട്ട് പോയപ്പോൾ കേരളത്തിലെ ആധികാരിക മത പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട കീഴ്ഘടകമായ SKSSF കേരളത്തിനകത്തും പുറത്തുമായി 36 കേന്ദ്രങ്ങളിൽ മനുഷ്യ ജാലിക തീർത്തുകൊണ്ടാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയവുമായാണ് SKSF മനുഷ്യ ജാലിക തീർക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മതസൗഹാർദ്ദത്തിന്റെ കരുത്ത് അനിവാര്യമാണ് എന്ന് ബോധിപ്പിക്കുന്ന രൂപത്തിൽ രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു മുദ്രാവാക്യമാണ് SKSFന് ഈ മനുഷ്യ ജാലികയിൽ ഉയർത്തിപ്പിടിക്കാനുള്ളത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വൈവിധ്യങ്ങളുടെ നാടാണ്. ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്
ആ വൈവിധ്യമാണ്. വ്യത്യസ്ത മതക്കാരും വ്യത്യസ്ത ഭാഷക്കാരും വ്യത്യസ്ത വേഷക്കാരും ഏകോദര സഹോദരന്മാരായി ജീവിക്കുന്നു എന്നതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ വൈവിധ്യമാണ് ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യം. ആ സൗന്ദര്യം എന്നും കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും, എല്ലാ മതവിഭാഗത്തിലുള്ള, എല്ലാ ഭാഷ സംസാരിക്കുന്ന, ഏത് വേഷം ധരിക്കുന്ന ആളുകളും ബാധ്യസ്ഥരാണ് എന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഇത്തരം പ്രമേയവുമായി SKSF മുന്നോട്ട് വരാൻ ഹേതുവായിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെ നമ്മുടെ കേരളക്കരയിലെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലുമൊക്കെയായി SKSF തീർത്ത മനുഷ്യജാലികയിൽ ആയിരക്കണക്കായ ആളുകൾ പങ്കെടുക്കുന്നത് നാമൊക്കെ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതാണ്. കേരളത്തിലെ പ്രമുഖരായ സാംസ്കാരിക നായകന്മാരും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ ആ ജാലികയിൽ പങ്കെടുത്തുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ, പ്രത്യേകിച്ച് കേരളക്കരയിലെ മത സാഹോദര്യം നിലനിർത്തുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതുപോലെ SKSF ഉൾപ്പെടെയുള്ള അതിന്റെ കീഴ്ഘടകങ്ങളെയും വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് വളരെ ശ്ലാഘിച്ചുകൊണ്ട് സംസാരിച്ചത് നാമൊക്കെ കേട്ടതാണ്. നമുക്കറിയാം, കേരളക്കരയിൽ മത സൗഹാർദ്ദം നിലനിർത്തുന്ന വിഷയത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും SKSF-ഉം. പ്രത്യേകിച്ച് കേരളക്കരയിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ തന്നെ വിവരദോഷികളായ ചില ആളുകൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി കടന്നു വന്നപ്പോൾ കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായി മുന്നോട്ട് വന്ന പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനവുമാണ് എന്നത് നമുക്കൊക്കെ അറിയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതുപോലെ SKSF ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായി മുന്നോട്ട് വന്നപ്പോൾ മഹല്ലുകളെയും അതുപോലെ മഹല്ല് ജമാഅത്തുകളെയും പണ്ഡിതന്മാരെയും മുസ്ലിം പൊതുജനത്തെയും ഒക്കെ ഇതിനെതിരെ ഉത്ബോധനം നടത്തിയപ്പോൾ കേരളക്കരയിൽ വേരോട്ടമുണ്ടാക്കാൻ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചില്ല എന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കേരളക്കരയിലെ സാമൂഹിക അന്തരീക്ഷം, കേരളക്കരയിലെ മതസൗഹാർദ്ദം, കേരളീയ മുസ്ലിം സമൂഹവും അതുപോലെ മറ്റ് മതവിഭാഗങ്ങളും കാത്തുസൂക്ഷിക്കുന്ന സാഹോദര്യ അന്തരീക്ഷം അതൊക്കെ നിലനിൽക്കണമെന്നതുകൊണ്ട് അത് നിലനിർത്തേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് 5 വർഷമായി കേരളക്കരയിലെ മുഴുവൻ പട്ടണങ്ങളിലും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ഇങ്ങനെ മനുഷ്യജാലികയുമായി മുന്നോട്ട് വന്നത്. 5 വർഷമായി സംഘടന ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം ഇതാണ്: രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുത്ത് എന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. കേരളക്കരയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതുപോലെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടനയും ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു സാമൂഹിക സൗഹാർദ്ദം, മതസൗഹാർദ്ദം രൂപപ്പെടുത്താൻ വേണ്ടി ലോകത്ത് മുഴുവൻ സമാധാനം കളിയാടുന്നതിന് വേണ്ടി ഈ മനുഷ്യനെ ജാലികയിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി പ്രമുഖരായ പല നേതാക്കളും നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. ഈ പ്രൗഢമായ സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്നത് അബുദാബി സുന്നി സെന്ററിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ്, ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ അഭിമന്യനായ ഉപാധ്യക്ഷൻ ഡോക്ടർ ഒളവട്ടൂർ അബ്ദുറഹ്മാൻ മൗലവി അവർകളാണ്. അഭിനന്ദരായ ഉസ്താദ് അവർകളെ ഈ വേദിയിലേക്ക് സകലവിധ ആദരവുകളോടും കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അഭിമന്യരായ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ ബഹുമാന്യരായ പ്രസിഡന്റ് പി ബാബ ഹാജി സാഹിബ് അവർകളാണ്. അഭിമന്യരായ ബാബ ഹാജിയെ ബഹുമാന ആദരവ് പുരസ്സരം ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മലയാളി സമാജത്തിനും അബുദാബി ഘടകത്തിന്റെ ബഹുമാന്യനായ കാര്യദർശി അഭിനന്ദനായ KH താഹിർ സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാന്യനായ താഹിർ സാഹിബിനെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരള സോഷ്യൽ സെന്ററിന്റെ അഭിനന്ദനായ പ്രസിഡന്റ് KB മുരളി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തെയും ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരള മുസ്ലിം കൾച്ചറൽ സെന്ററിന്റെ ബഹുമാന്യനായ ആക്ടിംഗ് പ്രസിഡന്റ്
TK ഹമീദ് ഹാജി സാഹിബ് KMCCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുന്നു. ബഹുമാന്യനായ ഹമീദ് ഹാജിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി ദുബായിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഇല്യാസ് വട്ടം. നമുക്കറിയാം, കേരളക്കരയിൽ SKSF തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ പടയോട്ടം നടത്തിയപ്പോ സമസ്ത കേരള ജമാഅത്ത് ഉലമയുടെ നിർദ്ദേശമനുസരിച്ച് സമസ്തയുടെ ആഹ്വാനം ശ്രമിച്ചുകൊണ്ട് കേരളക്കരയിലെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടന പ്രവർത്തകന്മാർ മഹല്ലത്തുകൾ ഓടി നടന്നുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഈ മഹല്ലിൽ വേരോട്ടമുണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തന ബോധയിലിറങ്ങിയപ്പോ, കർമ്മപദത്തിലിറങ്ങിയപ്പോ അതിന്റെ മുൻനിരയിലുണ്ടായിരുന്ന കേരളക്കരയിലെ മിക്കവാറും വേദികളിൽ ഈ വിഷയത്തിൽ പ്രഭാഷണം നടത്തിയ പ്രൗഢോജ്വല വാഗ്മിയാണ് ബഹുമാന്യനായ ഇല്യാസ് വട്ടം നമ്മോട് സംസാരിക്കാനിരിക്കുന്നത്. MDF-നെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ, പ്രസംഗിച്ചതിന്റെ പേരിൽ അവരുടെ കയ്യിൽ നിന്ന് അക്രമങ്ങൾ കൂടി നേരിടേണ്ടി വന്ന ആളെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്താൻ അവസരം ലഭ്യമായതിൽ നമുക്ക് സന്തോഷമുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ഇല്യാസ് വട്ടത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ നമുക്ക് വേണ്ടി പ്രതിജ്ഞ ചൊല്ലിത്തരുന്നത് SKSF-ന്റെ അബുദാബി ഘടകത്തിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെയും കേരള മുസ്ലിം കൾച്ചറൽ സെന്ററിന്റെയും സുന്നി സെന്ററിന്റെയും ഒക്കെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും സഹോദരങ്ങളെയും ഒക്കെ ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കാൻ വേണ്ടി അഭിനന്ദനായ ഡോക്ടർ അബ്ദുറഹ്മാൻ മൗലവിയെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ധന്യവേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കാൻ സുന്നി സെന്ററിന്റെ കരുത്തുറ്റ നായകനും അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ഒളവട്ടൂർ അബ്ദുറഹ്മാൻ മൗലവി സാഹിബിനെ സകലവിധ ആദരവോടും കൂടി ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമാദരണീയനായ ബാവ ഹാജി, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താനിരിക്കുന്ന ഇല്യാസ് വട്ടം, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കളെ, സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യ 63ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സമാധാനപൂർണമായ നാളെയുടെ പടവുകൾ കയറാൻ ഒരുങ്ങി നിൽക്കുന്ന ഏറെ ശ്രദ്ധേയമായൊരു സന്ദർഭത്തിലാണ് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ അകത്തളത്തിൽ നാം സമ്മേളിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രധാനമായും ആവശ്യമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ സമാധാനവും വികസനവുമാണ്. അത് പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു നാട്ടിൽ സമാധാനമില്ലെങ്കിൽ വികസനം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ SKSF ഈ മനുഷ്യജാലികയിൽ ഉയർത്തിപ്പിടിച്ച സൗഹൃദത്തിന്റെ സന്ദേശം അത് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. വിദ്യാർത്ഥി ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാവി ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒരു പ്രധാന ദിശയാണ്. വിദ്യാർത്ഥി ജീവിതത്തിൽ നമുക്ക് എങ്ങോട്ട് തിരിയാനും ഏത് പ്രസ്ഥാനത്തിൽ പോയി ചേരാനും നമ്മുടെ ഭാവി ജീവിതത്തിൽ നാം ആരായി തീരണമെന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കാനും നിർബന്ധിതമാകുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ടാണ് ക്യാമ്പസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള സംഘടനാ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ശക്തമായി വന്നിരിക്കുന്നത്.
വിദ്യാർത്ഥി ജീവിതഘട്ടത്തിൽ നമ്മുടെ യുവാക്കളെ ഏത് ദിശയിലേക്കാണ് നമുക്ക് തിരിക്കാൻ സാധിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നാളെയുടെ തലമുറ രൂപപ്പെടുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കുട്ടികളെ സമാധാനത്തിന്റെ സന്ദേശവുമായി, നന്മയുടെ സന്ദേശവുമായി വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരു നല്ല സമാധാനപൂർണമായ ഒരു നാളെ നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയും. അതേസമയം അധാർമികതയുടെയോ തീവ്രവാദത്തിന്റെയോ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള നശീകരണ പ്രവർത്തനത്തിന്റെയോ പ്രമേയവുമായി യുവാക്കളെ വളർത്തിക്കൊണ്ടുവന്നാൽ, വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവന്നാൽ തീർച്ചയായും അതിന്റെ ഒരു പതിപ്പായിരിക്കും നാളെ വരുന്ന സമൂഹം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് SKSSF വിദ്യാർത്ഥികൾക്കിടയിൽ മാനവ സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ ഒരു സന്ദേശവുമായി ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ത്യയെപ്പോലുള്ള ഒരു സാഹചര്യത്തിൽ മതസൗഹാർദ്ദവും പരസ്പര സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആദരവും നിലനിർത്തുന്ന ഒരു സമൂഹത്തെ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ എല്ലാ ഇന്ത്യക്കാരനും സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, നാട്ടിന് പുരോഗതിയും അഭിവൃദ്ധിയും നേടാൻ സാധിക്കുകയുള്ളൂ. അതാണ് SKSSF ഈ പ്രമേയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ SKSSFന് നാട്ടിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സമുദായത്തിനും പുറത്തും ഒരു നല്ല സ്വീകാര്യത സൃഷ്ടിച്ചു കൊടുത്തതും ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് SKSSFന്റെ നേതൃത്വം സ്വീകരിച്ചത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ രീതിയിലുള്ള ശ്രദ്ധേയമായ ഒരു പരിപാടിയിലാണ് നമ്മളോട് സമ്മേളിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാളെയുടെ സമാധാനപൂർണമായ ഇന്ത്യയുടെ നിർമ്മാണത്തിന് പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി തീരുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഏതാനും പ്രസംഗങ്ങളും പരിപാടികളും നടക്കാനിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ഒരു പ്രഭാഷണം ബഹുമാനപ്പെട്ട ഇല്യാസ് സാഹിബ് വെട്ടം അവർ നിർവഹിക്കും. ഇൻഷാ അല്ലാഹ് അത് ശ്രവിക്കാൻ കൂടി സമയം നമുക്കുണ്ടാവേണ്ടതുണ്ട്. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും അവസാനം വരെ ഉള്ള ശ്രദ്ധയും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ അനുഗ്രഹീതമായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ കരുത്തുറ്റ നായകൻ ബഹുമാനപ്പെട്ട ബി ബാവഹാജി സാഹിബ് നിർവഹിക്കുമ്പോൾ സാദരം സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. SKSSFന്റെ നേതാക്കളെ, വേദിയിലും സദസ്സിലും പങ്കെടുത്ത ഉലമാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇത്രയും മഹത്തായ ഒരു സമ്മേളനത്തിൽ ഇതിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് നാം അനുഭവിക്കുന്ന ഇന്ത്യയിലെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ലോകത്തിലെ ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് എന്നാണ് ഇന്ത്യയെപ്പറ്റി പറയുന്നത്. ആ ഡെമോക്രസി ഫോളോ ചെയ്യാൻ മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഡെമോക്രസിയുള്ള രാജ്യത്ത് ന്യൂനപക്ഷമായിട്ട് നമ്മൾ ഇന്ത്യൻ മുസ്ലിമുകൾ ഏറ്റവും വലിയ അംഗബലമുള്ള ഒരു ന്യൂനപക്ഷമാണ്. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഭരണം എങ്ങനെ വേണമെന്ന് മുസ്ലിങ്ങൾ ഒന്നിച്ചാൽ അവർക്ക് തീരുമാനിക്കാൻ പറ്റും. അത്രത്തോളം കഴിവുള്ള ന്യൂനപക്ഷമാണ് നമ്മൾ. പക്ഷേ നമുക്കൊരു കുഴപ്പമുള്ളത്, നമ്മൾ തമ്മിൽ ഐക്യമില്ല എന്നുള്ള ഒരു കാര്യമാണ്. നോർത്ത് ഇന്ത്യയിലായാലും ശരി, കേരളത്തിലായാലും ശരി, എവിടെ ആയാലും നമ്മളുടെ ഐക്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. യു പിയിലൊക്കെ അവർ സംസാരിക്കുമ്പോൾ യു പിയിലെ ജനസംഖ്യയിൽ എത്ര വലിയൊരു ശതമാനം മുസ്ലിംസ് ഉണ്ട്, പക്ഷെ അവരുടെ യോജിപ്പില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും യോജിപ്പില്ലാത്ത ഒരു സ്ഥിതിക്ക് നമ്മളുടെ ഈ ജനാധിപത്യം, നമ്മളുടെ ഈ മതേതര സ്വഭാവം നിലനിർത്തുക എന്നുള്ളത് നമ്മളുടെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. മതേതരത്വം നിലനിർത്താതിരിക്കുവാൻ വേണ്ടി നമ്മുടെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഹിന്ദു രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ശ്രമിക്കുകയാണ്. പക്ഷേ അന്നത്തെ നമ്മുടെ നേതാക്കന്മാർ
ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആയിക്കൊണ്ട് അതിനൊരു ഭരണഘടന ഉണ്ടാക്കി 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് റിപ്പബ്ലിക് ഡേ ജനുവരി 26 പ്രഖ്യാപിക്കുകയാണ്. അത് ഇന്നും തുടർന്നു പോവുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഈ ഐക്യ സ്വഭാവത്തെ ഇല്ലാതാക്കാനും ഇന്ത്യയുടെ മെജോറിറ്റി അവർക്ക് ആധിപത്യം സ്ഥാപിക്കുവാനും ശ്രമിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ചെറുപ്പക്കാരായ ഇന്ത്യയിലെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരാണുള്ളത്. ചെറുപ്പക്കാരെ ബോധവൽക്കരണം ചെയ്തുകൊണ്ട് നമ്മളുടെ മതവിദ്യാഭ്യാസവും ബോധമുള്ളവരാക്കിക്കൊണ്ടും നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് SKSSF സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഉദ്ദേശം അല്ലാഹു തആല പൂർത്തീകരിക്കുവാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യയെപ്പറ്റി നമുക്കെല്ലാവർക്കും നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാം. ഇത്രത്തോളം നമ്മൾക്ക് മുസ്ലിമീങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഒരു മുസ്ലിം രാജ്യത്ത് പോലും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ അവിടെ എല്ലാ പള്ളികളിലും ബാങ്ക് കൊടുക്കുന്നു, എല്ലാ പ്രസംഗങ്ങളും നടക്കുന്നു. യാതൊരാളും മറ്റു മതസ്ഥർക്കും ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസം. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ ബാങ്ക് കൊടുക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും എല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട് ഒരു മതസൗഹാർദ്ദം നിലനിർത്തുകയും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകാത്വം, ഇന്ത്യയുടെ നയം അതാണ്. ഇന്ത്യയിൽ വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ മതസ്ഥർ, വിവിധ ആചാരങ്ങളുള്ളവർ, അങ്ങനെയുള്ള എല്ലാവിധ ആൾക്കാരും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നിലനിർത്തുവാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ഓംകാര വിളികളും ഓശാന പാട്ടുകളും ഓട്ടുപള്ളികളും കൊണ്ട് ധന്യമായ കേരള നാട്. ഡിസംബറിലെ ബൈബിൾ വായനയും പരിശുദ്ധ റമദാനിലെ ഖുർആൻ പാരായണവും കർക്കിടകത്തിലെ രാമായണ വായനയും കൊണ്ട് ധന്യമായ കേരള നാട്. ശ്രീശങ്കരാചാര്യരും മാലിക് ഇബ്നു ദീനാറും സെന്റ് തോമസും പേര് തെളിയിച്ച മതമൈത്രിയുടെ ഈറ്റുള്ളമായ കൊച്ചു കേരളത്തെ വർഗീയതയുടെ വിധ്വംസക പ്രവർത്തനങ്ങളുടെ വിളനിലമാക്കി മാറ്റാൻ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാം ഏവരും അഖണ്ഡ ഭാരതത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലുന്നു. മുഴുവനാളുകളെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം ഏവരും പ്രതിജ്ഞ ചൊല്ലാൻ പോവുകയാണ്. എല്ലാവരും എണീറ്റ് നിന്ന് പരസ്പരം കൈകോർത്ത് നിൽക്കുക. ഈ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകുന്നത് അബുദാബി SKSSFന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് ഫൈസിയാണ്. ഉസ്താദിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പരസ്പരം കൈ കോർത്തു പിടിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചിന്തകൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന അവകാശമാണ് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ഏറ്റവും മികച്ച സംസ്കാരമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. വിവിധ സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും മാനിച്ചുകൊണ്ട് തന്നെ അന്തസ്സുള്ള ഒരു രാഷ്ട്രമായി തല ഉയർത്തി നിൽക്കുന്നതാണ് ഇന്ത്യയുടെ മഹത്വമെന്ന് ഞങ്ങൾ ഉറക്കെ ഉദ്ഘോഷിക്കുന്നു. വിരുദ്ധമായി ചിന്തിക്കുന്നവരും വിഭാഗീയത സൃഷ്ടിക്കുന്നവരും രാഷ്ട്രത്തിന്റെ ശത്രുക്കളാണെന്ന് ഞങ്ങൾ സഗൗരവം തിരിച്ചറിയുന്നു. അക്രമിയായ ഭരണാധികാരികൾക്കും അരാജകത്വം സൃഷ്ടിക്കുന്ന ഭരണീയർക്കും നമ്മുടെ നാട്ടിൽ ഇടമുണ്ടാകരുതെന്ന് നാം ആർജവത്തോടെ ആഗ്രഹിക്കുന്നു. വൈവിധ്യങ്ങൾക്കിടയിലും
സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ജീവസുറ്റ ഇന്ത്യൻ മനസ്സ് കരുതലോടെ സൃഷ്ടിക്കാൻ നാം ഓരോ ഇന്ത്യക്കാരനും ബാധ്യതയുണ്ട്. റിപ്പബ്ലിക്കിന്റെ ഈ സുന്ദര സുദിനത്തിൽ നമുക്ക് അതിനായി പ്രതിജ്ഞ പുതുക്കാം. കൂടുതൽ കരുത്തോടെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുത്ത്. SKSSF സിന്ദാബാദ്. അസ്സലാമു അലൈക്കും അടുത്തതായി ദേശീയോദ്ഗ്രഥന ഗാനമാണ്. അതിനുവേണ്ടി നൗഫൽ അസ്അദി ടീമിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓംകാരത്തിനാദമുയർന്നിത നിൽക്കും ഭാരതനാട്ടിൽ ബാങ്ക് വിളിയായി ഘോഷമുഴങ്ങുന്നേ. മാനവരൊന്നായി ചേർന്നുരവിട്ട് നാനാമാദങ്ങൾ തൻ കോർത്തു പിടിച്ചെന്നാടിൻ ബാസുരഭാവിയിലേക്കായി ഒത്തുപിടിക്കുന്നേ. ഭാവിയിലേക്കായി ഒത്തുപിടിക്കുന്നേ. ഓംകാരത്തിനാദമുയർന്നിത നിൽക്കും ഭാരതനാട്ടിൽ ബാങ്ക് വിളിയായി ഘോഷമുഴങ്ങുന്നേ. മാനവരൊന്നായി ചേർന്നുരവിട്ട് നാനാമാദങ്ങൾ തൻ കോർത്തു പിടിച്ചെന്നാടിൻ ബാസുരഭാവിയിലേക്കായി ഒത്തുപിടിക്കുന്നേ. ഭാവിയിലേക്കായി ഒത്തുപിടിക്കുന്നേ. നാനാത്വത്തിനേകത്വം ഈ നാട് മറക്കൂല. നാട്ടിൻ ഐക്യം കൊത്തിമുറിക്കാൻ നമ്മൾക്കാവില്ല. നാനാത്വത്തിനേകത്വം ഈ നാട് മറക്കൂല. നാട്ടിൻ ഐക്യം കൊത്തിമുറിക്കാൻ നമ്മൾക്കാവില്ല. വന്നെത്തി നമ്മൾ ഇന്നെത്തി. ഭാരത മക്കൾ ഉണരുക വേണം. നാട്ടിൻ ഐക്യക്കൊടി പാറേണം. ഓംകാരത്തിനാദമുയർന്നിത നിൽക്കും ഭാരതനാട്ടിൽ ബാങ്ക് വിളിയായി ഘോഷമുഴങ്ങുന്നേ. മാനവരൊന്നായി ചേർന്നുരവിട്ട് നാനാമാദങ്ങൾ തൻ കോർത്തു പിടിച്ചെന്നാടിൻ ബാസുരഭാവിയിലേക്കായി ഒത്തുപിടിക്കുന്നേ. ഭാവിയിലേക്കായി ഒത്തുപിടിക്കുന്നേ. ഗാന്ധി ജവഹർ ഷൗക്കത്ത് അലി കലാമു മറഞ്ഞില്ലേ. ഇഖ്ബാൽ പാടിയ ഗീതം നമ്മളിന്ന് മറന്നില്ലേ. ഗാന്ധി ജവഹർ ഷൗക്കത്ത് അലി കലാമു മറഞ്ഞില്ലേ. ഇഖ്ബാൽ പാടിയ ഗീതം നമ്മളിന്ന് മറന്നില്ലേ. സ്നേഹത്തിൻ മമമോഹത്തിൻ സ്നേഹപതാക പാറുക വേണം. സ്നേഹിതരായി തീർന്നിടേണം.
ഓംകാരത്തിൻ നാദമുയർന്നിത നിൽക്കും ഭാരതനാട്ടിൽ ബാങ്ക് വിളിയായി ഘോഷമുഴങ്ങുന്നേ. മാനവരൊന്നായി ചേർന്നുരവിട്ട് നാനാമതങ്ങൾ തൻ കോർത്തു പിടിച്ചൻ നാടിൻ ബാസുര ഭാവിയിലേക്കായി ഒത്തുപിടിക്കുന്നേ. ഭാവിയിലേക്കായി ഒത്തുപിടിക്കുന്നേ. ഓംകാരത്തിൻ നാദമുയർന്നിത നിൽക്കും ഭാരതനാട്ടിൽ ബാങ്ക് വിളിയായി ഘോഷമുഴങ്ങുന്നേ. മാനവരൊന്നായി ചേർന്നുരവിട്ട് നാനാമതങ്ങൾ തൻ കോർത്തു പിടിച്ചൻ നാടിൻ ബാസുര ഭാവിയിലേക്കായി ഒത്തുപിടിക്കുന്നേ. ഭാവിയിലേക്കായി ഒത്തുപിടിക്കുന്നേ. അസ്സലാമു അലൈക്കും. ആശംസ ഭാഷണത്തിന് വേണ്ടി മലയാളി സമാജത്തിന്റെ സെക്രട്ടറി KH താഹിർ സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനനായ അധ്യക്ഷൻ ഡോക്ടർ വട്ടൂർ അബ്ദുറഹ്മാൻ മൗലവി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇസ്ലാം സെന്ററിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ജനാബ് ബാവ ഹാജി, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന അതിഥികളെ, പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു മുദ്രാവാക്യവുമായി അല്ലെങ്കിൽ ഒരു പരിപാടിയുമായിട്ടാണ് SKSF മുന്നോട്ട് പോകുന്നത്. രാഷ്ട്ര രക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ ഈ കാലഘട്ടത്തിൽ അനുസൃതമായ വളരെ യോജിച്ച ഒരു മുദ്രാവാക്യം തന്നെയാണ്. ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിന് സമാധാനവും വികസനവുമാണ് പ്രധാനമായ കാര്യങ്ങളെങ്കിൽ ആ സമാധാനം നിലനിർത്തുന്നതിൽ ഇന്ത്യയെപ്പോലെ വിവിധ മതങ്ങളും ജാതികളും ഉപജാതികളും നൂറുകണക്കിന് സംസ്കാരങ്ങളും ഒക്കെയുള്ള രാഷ്ട്രത്ത് ജനങ്ങൾ പരസ്പരം ഐക്യത്തോടെയും സമാധാനത്തോടെയും സഹവർത്തിക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൽ നമ്മുടെ സമുദായത്തിലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ സമുദായം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ മതത്തിലുള്ള ചില ആളുകളും അവരുടെ പത്രവും അതിനാക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ SKSFന്റെ ഈ പ്രവർത്തനം വളരെയേറെ ശ്ലാഘനീയമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ 63ാമത് റിപ്പബ്ലിക് ദിനത്തിൽ SKSF നടത്തുന്ന ഈ മനുഷ്യജാലിക വരും വർഷങ്ങൾ തുടരാനും അവരുടെ എല്ലാ പരിപാടികൾക്കും അബുദാബി മലയാളി സമാജത്തിന്റെയും എന്റെ വ്യക്തിപരമായ എല്ലാ പിന്തുണയും ഉണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ലോകത്ത് ഒരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്തത്ര ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉന്നമനമായ മേഖലയിലൂടെ കടന്നുപോകുന്ന കേരള മുസ്ലിം കൾച്ചറൽ സൊസൈറ്റിയുടെ അനിഷേധ്യനായ അമരക്കാരൻ TK ഹമീദ് ഹാജിയെ സ്നേഹാദരങ്ങളോട് സ്വാഗതം ചെയ്യുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه ومن فعل بسنته ومن تبعه بإحسان أما بعد. ആദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSF ഇവിടെ സംഘടിപ്പിച്ച ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 63ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ മനുഷ്യജാലികയിൽ ഈ മഹത്തായ ഈ സദസ്സിൽ എനിക്ക് മുമ്പ് ഒരുപാട് ആളുകൾ പ്രസംഗിച്ചു. രാഷ്ട്ര പുരോഗതിക്ക് ഓരോ ഇന്ത്യക്കാരന്റെയും ബാധ്യതകളെക്കുറിച്ചൊക്കെ തന്നെ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടപ്പോൾ ഇവിടെ സൂചിപ്പിക്കാത്ത ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നാം ഈ മനുഷ്യജാലിക നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി തീർത്തിട്ടുള്ളത്. ഈ സമുദായം എന്നും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമുദായമായിരുന്നു. ഈ സമുദായം തീവ്രവാദികൾ, വിധ്വംസക പ്രവർത്തകര്, രാഷ്ട്രത്തിന്റെ പുരോഗതിയെ ഹനിക്കുന്നവര് എന്നൊക്കെ തന്നെ ഈ രാഷ്ട്രത്തോട് അവർക്ക് പാകിസ്ഥാനോടാണ് കൂറ് എന്നൊക്കെ ഇന്നും നമ്മെക്കുറിച്ച് വീമ്പളക്കുന്ന ആളുകൾ നമ്മെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ നാം വിശ്വസിക്കുന്ന ആദർശത്തിൽ തന്നെ നമ്മുടെ പ്രത്യയശാസ്ത്രത്തിൽ തന്നെ ആ പ്രത്യയശാസ്ത്രത്തിന്റെ മഹിമ കൊണ്ട് തന്നെ നമുക്ക് അവരെ വായടക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും പ്രവർത്തിക്കേണ്ടത് എന്നൊരു വിനീതമായ അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം. നിങ്ങൾക്കറിയാം, ഹജ്ജത്തുൽ വദാഇലെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം ലക്ഷക്കണക്കിന് തന്റെ അനുചരന്മാരെ മുൻനിർത്തിക്കൊണ്ട് സംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലൊരു സദസ്സ് എനിക്ക് ഇനി അടുത്ത വർഷം നിങ്ങൾ അഭിമുഖീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല എന്നത് മഹാനായ പ്രവാചകന്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രസംഗിച്ച ആ സുദീർഘമായ പ്രസംഗത്തില് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും ഹനിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് സവിസ്തരം ഈ സമൂഹത്തോട് പ്രഖ്യാപിച്ച പ്രവാചകന്റെ ന്യായി ഒരിക്കലും ഒരു വിധ്വംസക പ്രവർത്തകനാകാൻ, രാഷ്ട്രത്തിന്റെ പുരോഗതിയെ തകർക്കാൻ, മറ്റൊരു സഹോദരനെ കൊല്ലാൻ, അവന്റെ രക്തം ചിന്താൻ ഒരിക്കലും സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം മുസൽമാനെ മാത്രം രക്ഷിക്കാനല്ല, തന്റെ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളുടെയും റെസ്പെക്ട് ചെയ്യാൻ, ബഹുമാനിക്കാൻ, ആദരിക്കാൻ, അവനെ സമ്പത്തിനെ, അവന്റെ അഭിമാനത്തെ എല്ലാം സംരക്ഷിക്കാനുള്ള ബാധ്യത ഓരോ മുസൽമാനും ഉണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിക്ക് ഒരിക്കലും ഒരു തീവ്രവാദിയാകാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ ദുബായിലെത്തിയ ഒരു പ്രമുഖ വ്യക്തിയുടെ പ്രസംഗത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കാനും ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഒരു വിലങ്ങ് തടിയാകാതെ SKSSFന്റെ ഈ സംരംഭങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും അബുദാബി KMCCയുടെ പേരിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാമോദരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഇല്യാസ് വട്ടത്തിന്റെ മുഖ്യ പ്രഭാഷണത്തിന്റെ മുൻപായി അബ്ദുൽ വഹാബ് റഹ്മാനി നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ഗാനം ആലപിക്കുന്നു. അതിനായി അബ്ദുൽ വഹാബ് റഹ്മാനിയെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
ഭാരതത്തിലാണെന്ന ഓർമ്മയിൽ ഭാരതത്തിന്റെ സ്നേഹത്തുടിപ്പിന്റെ വിളിയാളവുമായിട്ടാണ് ഒരു ഗാനം. അഭിമാനത്തോടെ നീയും ഭാരതത്തിൻ മക്കളെ അടരാടി നേടിത്തന്നതാണി മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീയും ഭാരതത്തിൻ മക്കളെ അടരാടി നേടിത്തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യുവരിച്ചോരയോർക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം. അഭിമാനത്തോടെ നീയും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീയും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യുവരിച്ചോരയോർക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം. മുസൽമാന്റെ ചോര ചിന്തിയത് നാടികിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. മുസൽമാന്റെ ചോര ചിന്തിയത് നാടികിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൂകിയത് കണ്ടവരില്ലേ. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം. അഭിമാനത്തോടെ നീയും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണ് മണ്ണ് പൂക്കളെ. വ്യത്യസ്ത മത ചിന്ത സംഗമം ഈ ഭാരതം, സൗഹാർദ്ദത്തിന്റെ കേളി കേട്ട പൊന്നുപൂവനം. വ്യത്യസ്ത മത ചിന്ത സംഗമം ഈ ഭാരതം, സൗഹാർദ്ദത്തിന്റെ കേളി കേട്ട പൊന്നുപൂവനം. സത്യസന്ദേശത്തിന്റെ മാറ്റിക്കേട്ട ഭൂമിയിൽ സർവസമത്വ കാലത്തിൽ കൊടി പിടിക്കണം കൊടി പിടിക്കണം. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം. അഭിമാനത്തോടെ നീയും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണ് മണ്ണ് പൂക്കളെ. അല്ലാമ ഇഖ്ബാൽ പാടി തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. അല്ലാമ ഇഖ്ബാൽ പാടി തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന മുഹമ്മദ് അലി മഹാത്മാഗാന്ധിജി മഹനീയമാണ് നാടിനെ നയിച്ച സൽവഴി. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം. അഭിമാനത്തോടെ നീയും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീയും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യുവരിച്ചോരയോർക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം. 1
കാര്യം അറിയിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി മാസം 4-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മഗ്രിബ് നമസ്കാരാനന്തരം ഈ വേദിയിൽ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് മൗലൂദ് മജ്ലിസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാറാടിന്റെയും പുന്നാടിന്റെയും പുനലൂരിന്റെയും പേര് പറഞ്ഞ് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളറയിൽ തീവ്രവാദത്തിന്റെ വിഷവിത്ത് വിതച്ച് സമുദായത്തിന്റെ പേര് പോലും കളഞ്ഞു കുടിച്ച സമുദായത്തിലെ തീവ്രവാദികളായ ആളുകളുടെ അക്രമത്തിന് പോലും ഇരയായ പ്രമുഖ പ്രഭാഷകനും ഉജ്ജ്വല വാഗ്മിയുമായ ഇല്യാസ് വെട്ടത്തെ രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതലെന്ന കാലിക പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രഭാഷണത്തിന് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. صدق الله مولانا العلي العظيم. الفتنة نائمة لعن الله من أيقظها. صدق رسوله الكريم. ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ, സുന്നി സെന്ററിന്റെ പ്രഗത്ഭനായ സാരഥിയും പ്രഗത്ഭ പണ്ഡിതനുമായ അഭിവന്യരായ ഡോക്ടർ അബ്ദുറഹ്മാൻ ഒലവട്ടൂർ സാഹിബ് അവരുകളെ, ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മെ അഭിസംബോധനം ചെയ്ത ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ പ്രഗത്ഭനായ സാരഥി പ്രിയപ്പെട്ട ബാവ ഹാജി അവരുകളെ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ മനുഷ്യജാലികയിൽ നമ്മോടൊപ്പം കൈകോർത്ത് പിടിച്ച അഭിവന്യനായ KH താഹിർ സാഹിബ്, TK ഹമീദ് ഹാജി, അബുദാബി സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രഗത്ഭനായ പ്രസിഡന്റും എന്റെ മാന്യ സഹപ്രവർത്തകനുമായ പ്രിയപ്പെട്ട ഹാരിസ് ബാക്കവി, മനുഷ്യജാലികയിൽ വളരെ ശ്രദ്ധേയമായ നമ്മുടെ പ്രതിജ്ഞ എന്ന് പറയുന്ന ഈ പരിപാടിയിൽ നമുക്ക് പ്രതിജ്ഞ ചൊല്ലിത്തന്ന SKSFന്റെ അബുദാബിയിലെ ഈ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും മാന്യ സ്നേഹിതനുമായ റഷീദ് ഫൈലി, പേരെടുത്ത് പറയാൻ ആവാത്ത വിധം വേദിയിലും സദസ്സിലും പരിചയമുള്ള ഒരുപാട് പണ്ഡിതന്മാരും ഹുദവികൾ, വാഫികൾ, ഫൈലിമാർ, റഹ്മാനികൾ, അൻസാരികൾ, അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇരിക്കുന്നുണ്ട്. അനാഥരവായി തോന്നാതിരിക്കണം എന്ന അഭ്യർത്ഥനയോടെ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മതേതരത്വ ഇന്ത്യയുടെ 63ാമത് റിപ്പബ്ലിക്കിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കേരളക്കരയിലെ ആധികാരിക പരമോന്നത പണ്ഡിത പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മീതെ എല്ലാ അർത്ഥത്തിലും ആധികാരികത അവകാശപ്പെടാനുള്ള ഒരേ ഒരു പ്രസ്ഥാനം നമുക്ക് ആർക്കിടയിലും അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാം. അത് നമ്മളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽമല്ല കോയത്തങ്ങൾ പ്രാർത്ഥനയിലൂടെ കെട്ടിപ്പടുത്തുയർത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് മാത്രം അവകാശപ്പെട്ട തറവാട് സ്വത്താണ് എന്ന് പറയാൻ
ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും രാജ്യത്തിന്റെ റിപ്പബ്ലിക് ഡേയും ആഘോഷിക്കാനും മറ്റുള്ളവർക്ക് മുമ്പിൽ അതിനെപ്പറ്റി പറയാനുമുള്ള അധികാരവും നമുക്ക് തന്നെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം ആധ്യാത്മികമായി ആത്മീയ രംഗത്ത് പ്രവർത്തിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം രാജ്യത്തിന്റെ രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയവുമായി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ട ഒരു സംഗതിയുമായി രംഗപ്രവേശനം ചെയ്തപ്പോൾ നമുക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. പള്ളികളും മദ്രസകളും മഹല്ലുകളുമായി അവർക്കങ്ങനെ ഒതുങ്ങിപ്പോയാലെ പോരെ? രാജ്യത്തിന്റെ രാഷ്ട്രരക്ഷ ഏറ്റെടുക്കേണ്ട ബാധ്യത ഇവർക്കെന്താണ്? ഈ ചർച്ച SKSF-നെ കൊണ്ട് നമ്മുടെ നേതാക്കന്മാർക്കിടയിൽ ഇങ്ങനെ ഒരു ആശയത്തിന്റെ, ഇങ്ങനെ ഒരു സംവിധാനത്തിനെ നമ്മളെ പ്രേരിപ്പിച്ചത് വളരെ ആധികാരികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സമാധാനപരമായിട്ടുള്ള ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് നല്ല ഭൂമിക അനിവാര്യമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മക്കക്കാർ ആട്ടിപ്പുറത്താക്കിയ ഒരു സന്ദർഭമുണ്ട്. അവിടെ വാശി പിടിച്ച് പ്രവാചകൻ ആ ഭൂമികയിൽ ഒരു ദഅവത്തിന് മുതിരുകയല്ല ചെയ്തത്. അതിനെ പറ്റിയ ഒരു ഭൂമിക തെരഞ്ഞെടുത്തു. മദീനയായിരുന്നു ആ പുണ്യഭൂമി. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞത്, അഫ്ളലു തുറാബി തുറാബുൽ മദീന, ഏറ്റവും പവിത്രമായ മണ്ണ് അത് മദീനയുടെ മണ്ണാണ്. സമാധാനപരമായിട്ടുള്ള ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് ആധികാരികമായി ഉണ്ടായിത്തീരേണ്ടത് സ്നേഹമസൃണമായ സമാധാനാന്തരീക്ഷമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിക ദഅവത്താണ്. ഇതിൽ നിന്ന് മാറി ചിന്തിച്ച് കേരളക്കരയിൽ ഉത്ഭുതമായിട്ടുള്ള ഒട്ടനവധി സംഘടനകൾ, ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ, അവരെല്ലാവരും കടന്നു വരുന്നത് വിഘലമായ ആശയങ്ങളിലൂടെയാണ്. അടുത്ത കാലത്ത് നമുക്കിടയിലേക്ക് കടന്നു വന്നിട്ടുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഇവരുടെയൊക്കെ ബൈ പ്രോഡക്റ്റുകളാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇവരോട് പറഞ്ഞ അതേ സംഗതികൾ തന്നെയാണ് പിൽക്കാലത്ത് ഈ തീവ്രവാദികളോടും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളെ വികലമായി സമൂഹത്തിന്റെ മധ്യേ പറയരുത്. മുമ്പ് കേരള നദ്വത്തുൽ മുജാഹിദീനും മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും ചെയ്തിട്ടുള്ള അതേ പ്രവർത്തനങ്ങളാണ് ഇന്ന് തീവ്രവാദത്തിന്റെ ആശയങ്ങളുമായി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള, കൃത്യമായി അവരുടെ പേര് പറയാൻ സാധിച്ചിട്ടില്ല എങ്കിലും നമുക്കൊക്കെ അറിയുന്ന ഒരു പേര് പറയാം, LDF-ഉം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും തീവ്രവാദത്തിന്റെ ആശയവുമായിട്ടാണ് കടന്നു വന്നിരുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഒരു സംഘടന രൂപീകരിച്ച് അതിന്റെ സെക്രട്ടറിയായി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ കോടികളുടെ പള്ളി നിർമ്മിച്ച് ആളുകൾക്കിടയിൽ ആളാവാൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയല്ല. ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യമായ സന്ദർഭത്തിൽ, സമൂഹത്തിന്റെ അനിവാര്യതയുടെ ഒരു കാലഘട്ടത്തിൽ ഉടലെടുത്ത പ്രസ്ഥാനമാണ് മഹത്തായ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലും മദീനയിലും ഇസ്ലാമിക ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ കടന്നു വന്ന ഭൂമിയാണ് നമ്മുടെ പരിശുദ്ധമായ, നമ്മുടെ പുണ്യഭൂമിയായ കേരളം. നമ്മുടെ മാതൃരാജ്യം ഇന്ത്യയിൽ ഒട്ടനവധി പ്രദേശങ്ങളിൽ പ്രവാചകരുടെ കാലഘട്ടങ്ങളിൽ തന്നെ ഇസ്ലാമിക ദഅവത്ത് എത്തിയതായി ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ 6-ാം നൂറ്റാണ്ടിൽ അറബികൾ കേരളക്കരയെ വിളിച്ചിരുന്നത് ഖൈറുള്ള എന്നായിരുന്നു, അല്ലാഹുവിന്റെ പുണ്യഭൂമിയായിട്ടാണ്. കാലങ്ങൾ കടന്നു വന്നു. ഇന്നും കേരളത്തെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. ഈ ഒരു പേരിലേക്ക് കേരളക്കരയെ കൊണ്ടെത്തിച്ചത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിന്റെ, ഒരുപാട് അധ്വാനത്തിന്റെ, ഒരുപാട് വിയർപ്പൊഴുക്കിയതിന്റെ ചരിത്രം നമുക്ക് പറയാനുണ്ട്.
ഇങ്ങനെ ഒരു സംസ്കാരം കേരളക്കരയിൽ എവിടെയും ഉണ്ടായി. ലോകത്തെവിടെയും കാണാത്ത ഉത്തമമായിട്ടുള്ള ഇസ്ലാമികമായ ദഅവത്ത് നിലനിൽക്കുന്ന രാജ്യം കേരളമാണ്. ലോകത്തെവിടെയും നമുക്കത് ദർശിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഭൂമികൾ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാം, അത് കേരളം മാത്രമാണ്. മക്കയും മദീനയും പരിശുദ്ധ റൗള ശരീഫും കഅബ ശരീഫും നിലനിൽക്കുന്ന മക്കയിൽ പോലും സൗദിയിൽ പോലുമില്ല ഇത്രയേറെ നല്ല ഒരു ഇസ്ലാമിക ദഅവാ സംവിധാനം. 10,000-കണക്കിന് മദ്രസകൾ, 10,000-കണക്കിന് അറബി കോളേജുകളും പള്ളികളും മുഅല്ലിമീങ്ങളെയും സൃഷ്ടിച്ചെടുത്തുകൊണ്ട് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങളെ പഠിച്ചെടുക്കാനുള്ള ഒരു അവസരം കേരളത്തിലേതുപോലെ മറ്റൊരു രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇതൊരു സത്യമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യും. അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നത്. അതുവരെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഒരു തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, വിശിഷ്യ കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും 921 വരെ ഒരു സംഘടന കേരളക്കരയിൽ ഉണ്ടായിരുന്നില്ല. ആരായിരുന്നു ഈ ജനതയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത്? നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, പൊന്നാനി മഖ്ദൂമികൾ, മമ്പുറം സയ്യിദ് അലവീക്കങ്ങൾ, അങ്ങനെ തുടങ്ങി വലിയകോട് ഉമർ ഖാലി അടക്കമുള്ള ആത്മീയ നേതൃത്വത്തിന്റെ കീഴിലായിരുന്നു പൂർവികരായ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ മുറിവാണ് 1921 മലബാർ കലാപം. 1921 ഇന്ത്യയുടെ ശത്രുക്കളായ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഊറ്റിക്കുടിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള മുഴുവൻ വൈദേശിക ശക്തികളും മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ഇന്ത്യൻ ജനതയെ നേരിട്ടൊരു യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തിയെടുക്കാൻ സാധ്യമല്ല. അവരുടെ ഇടയിൽ നിന്ന് തന്നെ ആളുകളെ പിടിച്ചെടുത്തുകൊണ്ട്, ഇന്ത്യക്കാരെ തന്നെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് കോടിക്കണക്കിന് ഡോളറുകൾ പാരിതോഷികം നൽകി ഇന്ത്യൻ ജനതയിൽ ചിത്രതയുണ്ടാക്കാൻ ബ്രിട്ടീഷുകാരൻ മെനഞ്ഞെടുത്ത ആശയത്തിന്റെ ഫലമായിട്ടാണ് പിൽക്കാലത്ത് കേരള നദ്വത്തുൽ മുജാഹിദീൻ കടന്നു വരുന്നത്. 1921 മലബാറിലെ മാപ്പിളമാരെ യുദ്ധത്തിന്റെ ഭൂമികയിലേക്ക് അവരെ തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് KM മൗലവി കൊടുങ്ങല്ലൂരിലെ കൊടിച്ചോടിപ്പോയ രാജ്യദ്രോഹി. അദ്ദേഹമാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ വിഷയത്വമായി കടന്നു വരുന്നത്. എന്തിനേറെ പറയണം, ലോക തീവ്രവാദ പ്രസ്ഥാനമായിട്ടുള്ള ലഷ്കർ-എ തൈബ പോലും അവരനുധാവനം ചെയ്യുന്നത് സലഫി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളും മൂല്യങ്ങളുമാണ്. KM മൗലവിയെ പോലെയുള്ള രാജ്യദ്രോഹികൾ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തു കൊടുത്തുകൊണ്ട് രാജ്യത്തെ ഒറ്റുകൊടുത്ത രാജ്യദ്രോഹികളാണ് ഇസ്ലാമിനെ വികലമാക്കാൻ കടന്നു വന്നത്. അവർക്കാണ് പെണ്ണ് പള്ളിയിൽ പോകണമെന്ന താല്പര്യമുണ്ടായത്. അവർക്കാണ് മാതൃഭാഷയിലേക്ക് ഫത്വയെ പരിഭാഷപ്പെടുത്തണമെന്ന താല്പര്യമുണ്ടായത്. ഇങ്ങനെ മുസ്ലിം സമാജത്തിനിടയിൽ കാലങ്ങളോളമായി നമ്മൾ അനുവർത്തിച്ചു കൊണ്ടിരുന്ന ഇസ്ലാമിക മൂല്യങ്ങളെ വികലമാക്കാനാണ് ബ്രിട്ടീഷുകാരുടെ ബുദ്ധിക്കിരയായിക്കൊണ്ടാണ് KM മൗലവിയെ പോലെയുള്ള രാജ്യദ്രോഹികളും ഇന്ത്യയുടെ ചാരന്മാരും ഇസ്ലാമിക മൂല്യങ്ങളെ വികലമാക്കാൻ കടന്നു വന്നിരിക്കുന്നു എന്ന ചരിത്രം പരിശോധിക്കുന്ന ഏതൊരുത്തനും ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെയാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ പിറവിയെടുക്കുന്നത്. രാജ്യദ്രോഹികളാണ് അവരെന്ന് അവരുടെ നേതാക്കന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. പിൽക്കാലത്ത് കടന്നു വന്നിട്ടുള്ള ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയും അബ്ദുൽ മൗദൂദിയുടെ വാദങ്ങൾ നമുക്കറിയാം. ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം, ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇസ്ലാമികമായ രാജ്യമായി ഇന്ത്യയെ മാറ്റിയെടുക്കണമെന്ന ഒരു ദിവാസ്വപ്നവുമായിട്ടാണ് അബ്ദുൽ മൗദൂദി കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ആശയത്തെയും ഇന്ത്യൻ ജനത കാറ്റിൽ പറത്തി. തീവ്രവാദത്തിന്റെ ആശയമായിരുന്നു അത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ആജ്ഞാപിക്കുകയും
അതിനുവേണ്ടി പാകിസ്ഥാൻ ജനതയെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരുതരം നാടകം കളിക്കുന്ന ഏർപ്പാടാണ് അബ്ദുല്ല മൗദൂദ് നടത്തിയത് എന്ന് 1953 പാകിസ്ഥാൻ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുള്ള മുനീർ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അബ്ദുല്ല മൗദൂദ് ചെയ്തു കൂട്ടിയിട്ടുള്ള തമ്മിലെടുപ്പിന്റെ സമുദായത്തെ തമ്മിലെടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയിട്ടുള്ള വേണ്ടാത്തരങ്ങളുടെയും തെമ്മാടിത്തരങ്ങളുടെയും കഥകൾ 1000-ലേറെ പേജുകൾ നീണ്ടു നിൽക്കുന്ന മുനീർ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയും കേരള നദവത്തുൽ മുജാഹിദീനും കടന്നു വന്നപ്പോ അവർക്കിടയിൽ മുസ്ലിം സമൂഹത്തിന്റെ ആശയങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത ഒരു മുറിവേൽക്കുന്ന സാഹചര്യത്തിലാണ് പണ്ഡിതന്മാർ അവരുടെ ധർമ്മം നിർവഹിച്ചപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം രൂപീകൃതമാകുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ലഹറൽ ബിദ്അ ഫസകതൽ ഉലമാ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുതിയ ചിന്താഗതികൾ ഇസ്ലാമിൽ കടന്നു വരുമ്പോ പണ്ഡിതന്മാർ അതിനെതിരെ പ്രതികരിക്കാതെ അവർ മൗനം വീക്ഷിച്ചിരുന്നാൽ അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുണ്ടായി. അന്ന് കേരളക്കരയിൽ ജീവിച്ചിരിപ്പുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാരും അവരുടെ കൂട്ടായ്മയുടെ അനന്തരഫലമായിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയവരാണ് കേരളത്തിലെ 90% ജനങ്ങളും. അതൊരു സത്യമാണ്, അതൊരു വസ്തുതയാണ്. ഞാനൊരു SKSF-ന്റെ പ്രതിനിധിയായിക്കൊണ്ട് എന്റെ പ്രസ്ഥാനത്തെ പുകഴ്ത്തി പറയണം എന്നതിന്റെ പേരിൽ പറയുന്നതല്ല, അതൊരു ചരിത്രമാണ്. നമുക്കറിയാം, കേരളക്കരയിലെ 90%-ലധികം മഹല്ലുകളും മറ്റ് സംവിധാനങ്ങളും നിയന്ത്രിച്ചു പോരുന്നതും മഹാനായ കാളമ്പാടി ഉസ്താദ് പ്രസിഡന്റും സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഈ പ്രസ്ഥാനത്തിനും അതിന്റെ അനുയായികൾക്കും മാത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും റിപ്പബ്ലിക്കും ആഘോഷിക്കാനുള്ള ധാർമ്മികമായ അവകാശമെന്ന് ചരിത്രത്തിന്റെ പിൻബലത്തോടെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഇന്ന് ഓരോ ജനുവരി 26 കടന്നു വരുമ്പോഴും തീവ്രവാദികൾക്ക് വല്ലാത്ത ഒരു ഹാലിളക്കമാണ്. കാരണം SKSF-ന്റെ ഒരു പടയോട്ടമാണ്. കേരളത്തിന്റെ ഭൂമികയിൽ ഓരോ മഹല്ലുകളിലും ഗ്രാമാന്തരങ്ങളിൽ നഗരാന്തരങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാർ ഇറങ്ങിച്ചെന്നുകൊണ്ട് SKSF-ന്റെ മൂവർണ്ണ പതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയവുമായി 10,000-കണക്കിന് പ്രവർത്തകന്മാർ ജനുവരി 26-ന് വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ ഒരുമയോടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ എടുക്കുമ്പോ രാജ്യത്തിന്റെ ശത്രുക്കളായിട്ടുള്ള തീവ്രവാദികൾ, അവർ ഏത് മതത്തിന്റെ ആളുകളാണെങ്കിലും അവർ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. മതത്തിന് തീവ്രതയില്ല. ഒരു മതവും ലോകത്ത് തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല. ഒരു മതത്തെയും നമ്മൾ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താനും പാടില്ല. ഒരു മുസ്ലിം നാമധാരിയായ ഒരു പ്രവർത്തകൻ, ഒരു മനുഷ്യൻ, അവൻ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനത്തെ ഇസ്ലാമിന്റെ പേരിൽ ന്യായീകരിക്കപ്പെടാൻ പാടില്ല. ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ കേവലം ആ വ്യക്തിയിൽ മാത്രം ഒതുക്കി ചേർക്കുക എന്നതിനപ്പുറം മതങ്ങൾ എവിടെയും തീവ്രവാദം പഠിപ്പിച്ചതായിട്ട് നമുക്കറിയില്ല. അങ്ങനെ ഒരു മതം ലോകത്ത് കടന്നു വന്നിട്ടില്ല. എല്ലാ മതങ്ങളും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജനുവരി 26 ഓരോ റിപ്പബ്ലിക്കിലും SKSF ഉയർത്തിപ്പിടിക്കുന്ന ഈ മുദ്രാവാക്യം കേവലം കുറെ പ്രവർത്തകന്മാരെയും മറ്റു ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ജാലിക തീർക്കുക എന്നതിനപ്പുറത്ത് നമ്മൾ ഈ സമ്മേളനത്തിലൂടെ ഉയർത്തിപ്പിടിക്കുന്ന ഈ സന്ദേശത്തിന്റെ പ്രചാരണമാണ്. 1.5 മാസക്കാലം ഡിസംബർ 10-ാം തീയതി തുടങ്ങി ജനുവരി 26 ജാലികയിലൂടെ സമാപിക്കുകയാണ് ഓരോ വർഷവും SKSF നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 1.5 മാസക്കാലം കേരളത്തിന്റെ മുക്കുകളിലും മൂലകളിലേക്ക് നിറഞ്ഞുചെന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാരും പ്രഭാഷകന്മാരും
തീവ്രവാദികൾക്ക് ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടു, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ 10,000-കണക്കായ പ്രവർത്തകന്മാരുടെ സംഗമഭൂമിയായി തീർന്നു ആ ഒരു സമ്മേളനം. ഓരോ വർഷവും ഇതിന്റെ പ്രസക്തി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചടക്കത്തോടുകൂടി, വളരെയേറെ ചിട്ടയോടുകൂടി നമ്മുടെ 10,000-കണക്കായ പ്രവർത്തകന്മാർ ഒരുമയോടെ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പുരോയാനങ്ങളിൽ ഞങ്ങൾ ഒരുമയോടെ, സൗഹൃദത്തോടെ, ഐക്യത്തോടെ, അഖണ്ഡതയോടെ നിലനിൽക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വിഘാതമായി കടന്നു വന്നിട്ടുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങൾക്കും അമളി പറ്റിയതായിട്ട് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമായിരുന്ന കാലഘട്ടത്തിൽ, ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘവീക്ഷണമുള്ള പണ്ഡിതവരേണ്യൻ മഹാനായ ശൈഖുന വാണിയമ്പലം ഉസ്താദ് പ്രഖ്യാപനം നടത്തി, ഇവർ രാഷ്ട്രീയത്തിന്റെ കുപ്പായമിട്ട മതസംഘടനയാണ്. ഇവരുടെ ഉള്ളിലുള്ള അജണ്ട രാഷ്ട്രീയമായി രൂപപ്പെടുക എന്നുള്ളതാണ്. അന്ന് വാണിയമ്പലം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പോ കേരളത്തിലെ ഒരു മനുഷ്യനും അത് മനസ്സിലായിരുന്നില്ല. 2009 പിറന്നപ്പോൾ നമുക്കത് ബോധ്യപ്പെടുകയാണ്. മുഴുവൻ സ്ഥാനാർത്ഥി നിർണയങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പേരുകൾ നമ്മൾ കണ്ടു. വാർഡുകളിലും ബ്ലോക്കുകളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അവരുടെ ആളുകളെ നിർത്തിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു സന്ദർഭമായി അവർ അധപ്പതിച്ചു. നമ്മുടെ മഹാന്മാർ കാലേക്കൂട്ടി നമ്മളെ അത് പഠിപ്പിച്ചു തന്നു. ഇവർ ആട്ടിൻ തോരടിഞ്ഞ ചെന്നായിക്കളാണ്. ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് കടന്നു വന്നവർ, ഗവൺമെന്റ് ശമ്പളം വാങ്ങുന്നതും വോട്ട് ചെയ്യുന്നതും കടുത്ത ഹറാമാണ് എന്ന് ഫത്വ ഇറക്കിയവർ പിൽക്കാലത്ത് ജനാധിപത്യത്തെ അംഗീകരിക്കേണ്ടി വന്നു എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. നമ്മൾ എന്നും അതേ പറഞ്ഞിട്ടുള്ളൂ. ഈ ജനാധിപത്യ സംവിധാനത്തെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഭരണഘടന, മതേതരത്വം, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വം തന്നെയാണ്. All person to equally to enjoy and the right to freely profess, practice and propagate religion എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. ഓരോരുത്തർക്കും അവന്റെ മതമനുസരിച്ച് ജീവിക്കാനും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുമുള്ള ധാർമ്മികമായ അവകാശം നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. മഹാനായ ശൈഖുന ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു മഹാനവർകൾ ഇന്ത്യൻ ഭരണഘടനയെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കുമ്പോ മഹത്തായ ഭരണഘടന എന്ന് പറഞ്ഞിട്ടല്ലാതെ ഉസ്താദ് സംസാരിക്കാറുണ്ടായിരുന്നില്ല. മഹത്തായ ഭരണഘടന എന്ന് പറയാറുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയെ അതിനെ മഹത്വവൽക്കരിക്കുന്നത് അതിന്റെ മതേതരത്വ സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്തിന് തീവ്രവാദ പ്രവർത്തനം? അതിന്റെ പേരിൽ എന്ത് നേടാനാണ്? ഇതേ സമസ്തയും അതിന്റെ കീഴ്ഘടകങ്ങളും രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. തീവ്രവാദം ഒന്നിനും പരിഹാരമല്ലല്ലോ. മതകാര്യങ്ങളിൽ പോലും തീവ്രത പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. 24 മണിക്കൂർ നിസ്കാരം, 24 മണിക്കൂർ നോമ്പ്, ഫുൾ ടൈം ഹജ്ജ് ചെയ്യുക. ഇങ്ങനെയുണ്ടോ ഒരു മതം? മതകാര്യങ്ങളിൽ പോലും തീവ്രത പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികൾ ഇങ്ങനെ വേണ്ടാത്ത തെമ്മാടിത്തര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മതത്തെ വികലമാക്കാനുള്ള ശ്രമം നടത്തി. ആരൊക്കെ തന്നെയാണെങ്കിലും ശരി, അവർക്കൊന്നും മതത്തിന്റെ പ്രമാണങ്ങളുടെ ഒരു പിൻബലവും അവകാശപ്പെടാനില്ല. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാനും മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ സംശയാസ്പദമായി കാണാനുമുള്ള ഒരു അവസരമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ഒരു 2ാം നമ്പറായിട്ട് കാണാനുള്ള ഒരു അവസരമുണ്ടാക്കി. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ വേണ്ടാത്തരങ്ങളിലൂടെ അന്യ സമുദായങ്ങൾ പോലും നമ്മളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിന് അത് ഇടം വന്നു എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ നമ്മുടെ മതം അതല്ലല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു കമ്പി എടുത്തുകൊണ്ട്, ഇരുമ്പെടുത്തുകൊണ്ട് മറ്റുള്ളവന്റെ നേരെ ചൂണ്ടി അതവൻ താഴെ വെക്കുന്നത് വരെ അവനെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരു ഇരുമ്പെന്നാ പറഞ്ഞത്, വാളെന്നോ മറ്റുള്ള ഒരു പ്രയോഗം നടത്തിയിട്ടില്ല. ഒരു ഇരുമ്പിന്റെ കഷ്ണം ഒന്ന് വെറുതെ നേരെ ചൂണ്ട ആക്രമിക്കണമെന്ന താല്പര്യത്തോടെയല്ലേ അത്. അങ്ങനെ ഒരു ഉദ്ദേശം അവനില്ല. എന്നാൽ പോലും അള്ളാഹുവിന്റെ മാലാഖമാർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കും. ഇതല്ലേ നമ്മളെ മതം പഠിപ്പിച്ചിട്ടുള്ളത്? പരിശുദ്ധമായ മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ട് 9,000-ലധികം വരുന്ന മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ട് കേരളക്കരയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദാവാ പ്രവർത്തനം ബിസ്മിയും ഹംദും ചൊല്ലിക്കൊണ്ട് കുട്ടികളെ മതബോധമുള്ളവരാക്കി വളർത്തിയെടുക്കുന്നു. പിൽക്കാലത്ത് മദ്രസകളെ തീവ്രവാദ കേന്ദ്രങ്ങളാണ് എന്ന് പറയുന്നവർ മദ്രസയിൽ നടക്കുന്ന പരിപാടി എന്താണെന്ന് അറിയാത്തവരാണ്. അങ്ങനെ പറയിപ്പിക്കപ്പെട്ട രീതിയിൽ മുസ്ലിം സമൂഹത്തെ കൊണ്ടെത്തിച്ചു എന്നല്ലാതെ എന്ത് ലാഭമാണ് ഈ തീവ്രവാദികൾ നമുക്കുണ്ടാക്കി തന്നത്? ജനാധിപത്യ സംവിധാനത്തെ എതിർത്തുകൊണ്ട് നിലവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ അതിന്റെ തിണ്ണയിൽ കയറി നിന്നുകൊണ്ട് കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാടാണ് ഇവരൊക്കെ നമ്മുടെ രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി ഇങ്ങനെയുള്ള കുമിളകൾ ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ കാലേക്കൂട്ടി മനസ്സിലാക്കിയിട്ടുള്ള മഹാരഥന്മാരായ ദീർഘദിക്കുകളായ പണ്ഡിതന്മാർ അവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ഇത് ശരിയല്ല എന്ന് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അബ്ദുൽ നാസിർ മഅ്ദനി, ഇന്ന് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിൽ നമുക്ക് ഒട്ടും സന്തോഷമില്ല. എന്നാൽ ചരിത്രങ്ങൾ വളച്ചൊടിക്കാൻ നമുക്കറിയുകയുമില്ല, ചിലത് പറയേണ്ടി വരും. അബ്ദുൽ നാസിർ മഅ്ദനി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം PDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിൽ നമുക്ക് വ്യക്തിപരമായി ഒരു വിയോജിപ്പുമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവുമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോവാം. പക്ഷേ അബ്ദുൽ നാസിർ മഅ്ദനി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ പഠിച്ച ഫൈലിയാണ്. അത് അധിക പേരും അറിയാതെ പോകുന്നു. ബാബരി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള സയ്യിദന്മാർക്കും പണ്ഡിതന്മാർക്കും മതത്തിന്റെ മൂല്യങ്ങളില്ല എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത്, പ്രതികരണശേഷിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള നമ്മുടെ അഭിമന്യ നേതാക്കന്മാരെ ആക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല കാലഘട്ടം, അദ്ദേഹത്തിന്റെ സുവർണ കാലഘട്ടം, അനർഘമായി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ISSന്റെ ഒരു സമ്മേളനം പെരിന്തൽമണ്ണയിലെ പഴയ ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ മുമ്പിൽ നടക്കുകയാണ്. സ്വാഭാവികമായും അതിന് തൊട്ടപ്പുറത്താണല്ലോ പട്ടിക്കാട് ജാമിഅ നൂരിയ നിലനിൽക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ അബ്ദുൽ നാസിർ മഅ്ദനിയെ മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻ ഉപാധ്യക്ഷനും നിഷ്കളങ്ക പണ്ഡിതനും ആത്മീയതയുടെ നിറസാന്നിധ്യവുമായിരുന്ന ശൈഖുന KK അബൂബക്കർ ഹസ്രത്ത് നവ്വറല്ലാഹു മർക്കദഹു ഉസ്താദ് അവർകളായിരുന്നു അന്ന് ജാമിയയുടെ പ്രിൻസിപ്പൽ. ഉസ്താദ് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു വരുത്തിച്ചു. പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ എന്ന രീതിയിൽ മഅ്ദനിയെ ജാമിയയിലേക്ക് വരാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഉസ്താദ് ഒരു പിതാവ് മകനെ ഉപദേശിക്കുന്നത് പോലെ, ഒരു ഗുരുനാഥൻ തന്റെ ശിഷ്യനോടുള്ള ഉപദേശം എങ്ങനെയാണോ അതുപോലെ വളരെ സമാധാനത്തോടുകൂടി സ്നേഹമസൃണമായി ആ മഹാപണ്ഡിതൻ അബ്ദുൽ നാസിർ മഅ്ദനിയെ ഉപദേശിച്ചു. നിന്റെ പോക്ക് ശരിയല്ല. ആത്മീയമായ സംഘടന എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടന എന്ന് പറയുന്ന മറ്റൊന്ന് നമ്മുടെ വേദി അതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പരാമർശിക്കുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കോ അതിന്റെ നേതാക്കന്മാർക്കോ മുറിവേൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നിന്റെ ഭാഗത്തും ഉണ്ടാകരുത് എന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭിമന്യനായ ഉസ്താദ് അവർകൾ മഅ്ദനിയെ ഉപദേശിച്ചു. ഉപദേശം കഴിഞ്ഞ് സ്വാഭാവികമായും മഗ്‌രിബിന് ശേഷം അവിടെ നടന്ന ആ പൊതുസമ്മേളനത്തിൽ 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള പ്രഭാഷണം പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിലെ വിദ്യാർത്ഥികൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നു ഉസ്താദിനെ കേൾപ്പിക്കാൻ.
പൊതുവെ പള്ളി ദർസുകളിലും അറബി കോളേജിലും ഒക്കെ പഠിക്കുന്ന ആളുകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവരെ കയ്യിൽ ഒരു ടേപ്പ് റെക്കോർഡ് ഉണ്ടാകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വല്ലതുണ്ടാകും. അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ വിദ്യാർത്ഥികൾ അബ്ദുൽ നാസർ മഅ്ദനിയുടെ പ്രസംഗം മുഴുവൻ ഒപ്പിയെടുത്തു. അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് പച്ച ഒല്ലി ധരിച്ച ഒരു മനുഷ്യൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ സത്രത്തിൽ കൊണ്ടുപോയി എന്നെ ഉപദേശിക്കുകയായിരുന്നു. അവർക്ക് ആളെ ഉണ്ടാക്കാൻ വേണ്ടി, അവരിലേക്ക് ആളുകളെ കൂട്ടാൻ വേണ്ടി എന്റെ ശബ്ദം ചെലവഴിക്കണമെന്ന് പറഞ്ഞു. ഞാനത് പുല്ല് വിലക്കെടുക്കുന്നു എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ധിക്കാരപരമായിട്ടുള്ള പ്രസംഗം കേട്ടപ്പോ ഒരു ബാലനെ പോലെ, ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ, നിഷ്കളങ്കതയുടെ പര്യായമായ പാണ്ഡിത്യത്തിന്റെ നിറകുടമായിരുന്ന മഹാനായ ചോക്കി അബൂബക്കർ ഹസ്രത്ത് നവ്വറല്ലാഹു മർക്കദഹു മഹാനവരുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. പ്രിയമുള്ളവരെ, കുട്ടികളിത് കേൾപ്പിച്ചു കൊടുത്തപ്പോ അവരോട് ഇത് ഓഫാക്കി പോവാൻ പറഞ്ഞു. പട്ടിക്കാട് ജാമിയ നൂരിയയുടെ അകത്തളങ്ങൾ സാക്ഷിയാൽ ആ മഹാപണ്ഡിതന്റെ കണ്ണുകളിൽ നിന്ന് രണ്ടിട്ട് കണ്ണുനീരുറ്റിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅ്ദനി അങ്ങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തങ്ങളുണ്ടല്ലോ, ഇത് കാരണമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇതിൽ നിന്ന് പാഠം പഠിക്കാതിരുന്നുകൂടാ. പണ്ഡിതന്മാരെ ധിക്കരിച്ചവർ, മഹാന്മാരെ തള്ളിപ്പറഞ്ഞവർക്ക് മുഴുവൻ ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഉണ്ടായ ചരിത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇസ്ലാം അതാ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരെ ധിക്കരിച്ചവർക്ക് വരെ പിൽക്കാലത്ത് ഇസ്ലാമിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വധം എന്ന് പറയുന്നത്. ഉഹുദ് യുദ്ധത്തിൽ ആ കൊലപാതകം ചെയ്ത ഘാതകനായിരുന്നു വഹ്ശി റളിയല്ലാഹു അൻഹു. ഈ വഹ്ശിയുടെ പേര് കേൾക്കുമ്പോ ലോക മുസ്ലിമീങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്നു. പ്രവാചകനെ മേലാതെ മുറിവേൽപ്പിച്ച, വേദനയുണ്ടാക്കിയ സംഭവമായിരുന്നില്ലേ അത്? എന്നാൽ നിങ്ങളൊന്ന് നോക്കൂ, ഇസ്ലാമിന്റെ ചരിത്രം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ, തന്റെ ഗുരുനാഥനായ ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മലക്കുകൾ മുഴുവൻ സുജൂദ് ചെയ്ത് ഇബ്ലീസ് മാത്രം മാറി നിന്നു. അതുകൊണ്ട് പുറത്തു പോകാൻ പറഞ്ഞു. പിന്നീട് ഒരിക്കലും അല്ലാഹു അവനെ സ്വർഗത്തിന്റെ പൂവാടിയിലേക്ക് വിളിച്ചിട്ടില്ല. ഗുരുനാഥന്മാരെ ധിക്കരിച്ചവർക്കാർക്കും ഇസ്ലാമിക ചരിത്രത്തിൽ മാപ്പുണ്ടായതായിട്ട് നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. മൂസ റളിയല്ലാഹു അൻഹു അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ, പ്രവാചകന്മാർ ഒട്ടനവധി ആളുകളുടെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള പിന്തിരിപ്പന്മാരുടെ, കാറൂനെ പോലെയുള്ള വലിയ പണ്ഡിതനായിരുന്നു കാറൂൻ, വലിയ ധനാഢ്യനുമായിരുന്നു. ഇന്നത്തെ ചില ആളുകൾ കാറൂനിൽ നിന്ന് പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന കാറൂന്റെ ഗുരുനാഥനോട് ധിക്കാരം പ്രകടിപ്പിച്ചു. എന്തിന്റെ പേരിൽ? സമ്പത്ത് അധികരിച്ചപ്പോ, തന്റെ പിന്നിൽ അണികളുണ്ട് എന്ന ബോധമുണ്ടായപ്പോ കാറൂൻ വഴിമാറി സഞ്ചരിച്ചു. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ആജ്ഞകളെയും അവരുടെ കൽപ്പനകളെയും ധിക്കാരത്തോടുകൂടി കാണാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് കാറൂനെ അല്ലാഹു അവന്റെ ഖജനാവോടുകൂടി ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞത്. ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ വ്യാഖ്യാനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാറൂന്റെ അനുയായികൾ പിൽക്കാലത്ത് പറഞ്ഞതത്രേ, നമ്മുടെ കാലത്തിന് മുമ്പ്, നമ്മുടെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് കാറൂന് ഇങ്ങനെ ഒരു പരാജയം നമ്മുടെ മുമ്പിൽ കാണാൻ കഴിഞ്ഞതുകൊണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചു എന്ന്. ഗുരുനാഥന്മാരെ ധിക്കരിച്ചവർക്കാർക്കും തന്നെ ഇസ്ലാമിൽ മാപ്പ് നൽകിയതായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ള മുഴുവൻ സംഘടനകളും ഗുരുത്വക്കേടിന്റെ ദുരന്തങ്ങൾ ഇന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും നമ്മളിൽ നിന്ന് തന്നെ മാറി നിന്നുകൊണ്ട് നമ്മുടെ പേരുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും അവരിൽ ഇന്ന് അതിന്റെ കഥകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരു പെടൽ ദുനിയാവിൽ പെടാനില്ല, അത്രമേൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുക. എത്രത്തോളം എന്ന് വെച്ചാൽ ഋദ്ധത്താകുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളും മറ്റുമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യായീകരണങ്ങൾക്ക് വേണ്ടി നുണകൾ, പച്ചക്കള്ളങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള പണ്ഡിത വേഷധാരികളെ നമ്മൾ തിരിച്ചറിയണം. ഇവർക്കുമുണ്ടായിരുന്ന ഒരു തീവ്രവാദത്തിന്റെ ആശയം, ഒരു സുന്നി ടൈഗർ ഫോഴ്സ്. എല്ലാവരും തീവ്രവാദത്തിന്റെ നാമ്പെടുത്ത് കടന്നു വന്നവരാണ്. ഈ തീവ്രവാദം ഒന്നും ഇസ്ലാമിലില്ല എന്നുള്ളതാണ് സമസ്തയും അതിന്റെ കീഴ്ഘടകങ്ങളും രാജ്യത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു നോക്കൂ, നല്ല മുസ്ലിമായിട്ട് ജീവിച്ചു നോക്കൂ. എന്നാൽ
അവിടെ ഒരു തീവ്രവാദവും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇതൊക്കെ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, ഇതൊരു വിമർശനത്തിന്റെ ഭൂമികയല്ല. ഇത് വിമർശിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു സംവിധാനമല്ല. ശ്രീനാരായണ ഗുരുസ്വാമികൾ ആലുവ മണപ്പുറത്ത് വെച്ചൊരുക്കി പറഞ്ഞു, അറിയാനും അറിയിക്കാനുമുള്ളതാണ് ഈ സമ്മേളനം. കേരളക്കരയിലും പുറത്തുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന 36 കേന്ദ്രങ്ങളിലെ മനുഷ്യജാലിക അറിയാനും അറിയിക്കാനുമുള്ളതാണ്, പറഞ്ഞു തോൽപ്പിക്കാനുള്ളതല്ല. അണികൾ ഇത്രയുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ളതല്ല. നമ്മുടെ സന്ദേശത്തിന്റെ പ്രചാരണമാണ് നമ്മൾ ആധികാരികമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അസീമാനന്ദമാരുടെ ഭൂമിയാണ് നമ്മുടെ രാജ്യം ഇന്ത്യ. മാലേഗാവിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലങ്ങളോളം പ്രതിക്കൂട്ടിൽ നിൽക്കപ്പെട്ട ആളുകളായിരുന്നു മുസ്ലിം സംവിധാനം, ഇസ്ലാമിക ചരിത്രം, മുസ്ലിം നാമധാരികൾ എല്ലാവരെയും മാലേഗാവ് ബോംബ് സ്ഫോടനത്തിന്റെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പിടികൂടുകയുണ്ടായി. എന്നാൽ അസീമാനന്ദയെ കൊണ്ട് ഞാനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവനെന്ന് പറയിപ്പിച്ചത് മുഹമ്മദ് ഖലീം എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ ഇസ്ലാമികമായ ജീവിതം കണ്ടുകൊണ്ടാണ്. പ്രഭാതത്തിൽ വളരെ നേരത്തെ എണീറ്റ് സുബഹി നമസ്കരിച്ച് മറ്റു കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. പ്രായം ചെന്ന അസീമാനന്ദക്ക് അദ്ദേഹം ഉണരുമ്പോ പ്രാഥമിക ശുശ്രൂഷകൾക്ക് വേണ്ടി വെള്ളമെത്തിച്ചു കൊടുക്കുന്ന മുഹമ്മദ് ഖലീം അവനെ പിന്നീട് തീവ്രവാദികളാണ് ഏറ്റെടുത്തത്. അതൊരു സത്യമാണ്. ഈ മുഹമ്മദ് ഖലീം അവന്റെ ഇസ്ലാമികമായിട്ടുള്ള ജീവിതം കണ്ടപ്പോഴാണ് അസീമാനന്ദക്ക് ആ കുട്ടിയെ പരിചയപ്പെടണമെന്ന് തോന്നിയത്. ഖലീമിനോട് ഒരു സായാഹ്ന വേളയിൽ അസീമാനന്ദ അന്വേഷിച്ചു, എന്തിന്റെ പേരിലാണ് അങ്ങയെ ഇവിടെ തുറുങ്കിലടക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. അസീമാനന്ദ പറഞ്ഞു, മാലേഗാവ് ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ പേരിലാണ് എന്നെയും എന്നെ പോലെയുള്ള പല ആളുകളെയും ഈ തുറുങ്കിൽ അടക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ യഥാർത്ഥ പിടികൂടുന്നതുവരെ ഞങ്ങൾക്കിവിടെ നിന്ന് ഇറങ്ങാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമികമായ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് അസീമാനന്ദയുടെ മനസ്സിനെ കീഴടക്കിയ മുഹമ്മദ് ഖലീമിന് അസീമാനന്ദയുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. ഒരുപക്ഷേ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് അസീമാനന്ദമാരെ പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം നരേന്ദ്രമോദിയുടെ കോടിക്കണക്കിന് ഏക്കർ വരുന്ന അവരുടെ ഖജനാവുകളിലും അവരുടെ ഏലത്തോട്ടങ്ങളിലും അസീമാനന്ദയെ കൊണ്ടുപോയി പാർപ്പിക്കാമായിരുന്നു, രാജ്യത്തിന്റെ ഭരണകൂടത്തിന് വിട്ടുകൊടുക്കാതെ. സമാധാനപരമായി ജീവിതം നയിക്കാമായിരുന്നു അസീമാനന്ദക്കും അദ്ദേഹത്തിന് അനുയായികൾക്കും. പക്ഷേ മുഹമ്മദ് ഖലീം എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ ഭക്തിസാന്ദ്രമായ ഇസ്ലാമിക ജീവിതം കണ്ടു മടുത്ത അസീമാനന്ദയെ കൊണ്ട് പറയിപ്പിച്ചു, ഞാനാണത് ചെയ്തത് എന്ന്. ആരും അസീമാനന്ദയെ കൊണ്ട് പറയിപ്പിച്ചതായിരുന്നില്ല, മുഹമ്മദ് ഖലീമിന്റെ ജീവിതം കണ്ട് പറഞ്ഞതാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഇസ്ലാം. ഇന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെ ലോകത്ത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാളേറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഉസാമ ബിൻ ലാദനെയാണ്. ജനങ്ങൾക്ക് ഉസാമ ബിൻ ലാദനെയാണ് പരിചയം. ഒരു തീവ്രവാദി, അമേരിക്ക വളർത്തിയെടുത്ത ഒരു തീവ്രവാദി. പ്രവാചകനേക്കാൾ ഇന്ന് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്, ലോകത്ത് ചർച്ചാ വിഷയമായി തീർന്നത് ഉസാമ ബിൻ ലാദനെയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ബിൻ ലാദൻ എന്ത് സ്ഥാനം? ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെയാണ്, നല്ല മുസ്ലിമീങ്ങളിലൂടെയാണ്. അതായത് നമ്മുടെ പൂർവികർ നമുക്ക് വരച്ചു കാട്ടിത്തന്നത്. നമ്മുടെ അഭിമന്യനായിട്ടുള്ള KMCCയുടെ പ്രഗത്ഭ സാരഥി ഹമീദ് ഹാജി ഇവിടെ പറഞ്ഞു, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗമാണ് ഹുബ്ബുൽ വതൻ, സ്വരാജ്യ സ്നേഹം. നമ്മൾ നമ്മുടെ നാടിനെ സ്നേഹിച്ചു, മറ്റുള്ളവരെക്കാളേറെ സ്നേഹിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഭൂമികയിൽ പല കാരണങ്ങളെ കൊണ്ട് നിറഞ്ഞു നിന്നവരാണ് രാജ്യത്തെ മുസ്ലിമീങ്ങൾ, ഇന്ത്യൻ മുസ്ലിമീങ്ങൾ. നമ്മൾ രാജ്യം ഭരിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു, മുഗൾ സാമ്രാജ്യം. 8 പതിറ്റാണ്ടുകാലത്തോളം, 800 വർഷക്കാലത്തോളം, അതിനപ്പുറം മുസ്ലിമീങ്ങളുടെ കൈകളിൽ ഇന്ത്യ ഉണ്ടായിരുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. അന്ന് നമ്മൾ എവിടെയും തീവ്രവാദം നടത്തിയതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. എല്ലാവർക്കും ഒരേ അവകാശവും അവകാശ സമാധാനാന്തരീക്ഷവും സൃഷ്ടിക്കുക എന്നതായിരുന്നു നമ്മുടെ ഭരണാധികാരികൾ രാജ്യത്ത് നിർവഹിച്ചു പോന്നിരുന്നത്. ഇവരിൽ നിന്നൊക്കെയാണ് ഇസ്ലാമിനെയും മുസ്ലിമിനെയും പഠിക്കേണ്ടത്. തീവ്രവാദ ചിന്തകളുമായി കടന്നുവരുന്ന ഏതാനും
നാമധാരികളിൽ നിന്നല്ല. ഇതാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദഅ്വാ പ്രവർത്തനം. ഇങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള ഉദാത്തമായ സംവിധാനം നമ്മൾക്ക് ഉണ്ടാവുക എന്ന തിരിച്ചറിവാണ് മനുഷ്യജാലികയിലൂടെ SKSF നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വർഷമായി വളരെ ശ്രദ്ധേയമായി അതിന്റെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അതിന്റെ ഇമ്പവും മാധുര്യവും വർദ്ധിച്ചു വരുന്ന രീതിയിലുള്ള പ്രകടനങ്ങളും പൊതുപരിപാടികളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ മഹത്തായ പ്രസ്ഥാനം എന്നും രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്കൊത്തുനിന്ന് പ്രവർത്തിച്ച ഒരു സംഘടനയാണ്. അതായിരുന്നു നമ്മുടെ പൂർവികർ നമുക്ക് വരച്ചു കാട്ടിത്തന്നത്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി ബറക്കൽ മുല്ലക്കോയ തങ്ങൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ടാണ് സമസ്തയെ കെട്ടിപ്പടുത്തുയർത്തിയിട്ടുള്ളത്. 1926 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് നടന്ന സമസ്തയുടെ രൂപീകരണ സമ്മേളനത്തിൽ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണത്തിനൊടുവിലും പ്രാർത്ഥനക്കൊടുവിലുമാണ് വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി തങ്ങൾ ഈ പ്രസ്ഥാനത്തിന് അസ്ഥിവാരമിടുന്നത്. ഈ വരക്കൽ തങ്ങളെ സമീപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഒരു പ്രത്യേകമായ അജണ്ടയുമായി രംഗത്ത് വന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കുകയാണ്. ഖാൻ ബഹദൂർ എന്ന് പറയുന്ന ഒരു പേര് നൽകിക്കൊണ്ട് വരക്കൽ തങ്ങളെ ആദരിക്കാനുള്ള ഒരു പ്രത്യേക തീരുമാനം. അങ്ങനെ ഒരു ആദരവ് കൊടുത്തു വരക്കൽ തങ്ങളെ തങ്ങളുടെ വരിക്കുള്ളിലാക്കിയാൽ അവരുടെ താൽപര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന ഒരു ബോധവും തിരിച്ചറിവുമാണ് ബ്രിട്ടീഷുകാരെ ഇങ്ങനെ ഒരു ഖാൻ ബഹദൂർ പട്ടം നൽകാൻ അവരെ പ്രേരിപ്പിച്ചത്. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിലൂടെ കടന്നു വന്നവരും അൽ ഹിക്മത്ത് യമാനിയും യമനികളാണ് യുക്തിയുടെ ഏറ്റവും വലിയ ആളുകളെന്ന് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചു. യമനി പാരമ്പര്യത്തിന്റെ ഉന്നത തറവാട്ടിലെ കാരണവരുമായിരുന്നു മഹാനായ വരക്കൽ തങ്ങൾ. ഈ ഖാൻ ബഹദൂർ പട്ടവുമായി കടന്നു വന്നവർ ഒരിക്കലും തങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്നിവിടെ നിൽക്കുന്ന ഈ ഒരു അംഗീകാരമൊക്കെ ഇവിടെ മതി, ഒരു പ്രത്യേക പേര് നൽകിക്കൊണ്ട് നിങ്ങൾ എന്നെ ആദരിക്കണ്ട എന്ന് പറഞ്ഞ് അവർ വെച്ചു നീട്ടിയിട്ടുള്ള ഖാൻ ബഹദൂർ പട്ടം എന്ന് പറയുന്ന അവരെല്ലാവരും രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു പദവി മഹാനായ വരക്കൽ തങ്ങൾ വലിച്ചെറിഞ്ഞു. സർ വില്യം ലോഗൻ മലബാർ മാനുവൽ രചിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ യാഥാസ്ഥികന്മാരാണെന്ന് പറയുന്നവരോട് നമുക്ക് പറയാം, ഇംഗ്ലീഷ് ഭാഷയിലാണ് വില്യം ലോഗൻ മലബാർ മാനുവൽ പറഞ്ഞുകൊടുത്തത്. ആര്? സമസ്ത രൂപീകരിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ഇന്ന് ചരിത്ര ഗവേഷകന്മാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സർ വില്യം ലോഗന്റെ മലബാർ മാനുവൽ. അത് രചിക്കാൻ അദ്ദേഹത്തിന് സർവ്വവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തത് സമസ്തയുടെ സ്ഥാപകനാണ്. നമ്മളെ ഘോരഘോരം എതിർക്കുന്ന ആളുകൾ പലപ്പോഴും നമുക്കിടയിൽ നമുക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമ്മൾ യാഥാസ്ഥികന്മാരാണ് എന്നത്. നമ്മൾ യാഥാസ്ഥികന്മാർ തന്നെയാണ്. നമ്മൾ ഫത്രത്തിന്റെ ആളുകളാണ്. നമുക്ക് പുതിയതൊന്നും പറയാനില്ല. പഴയത് എന്താണോ അത് നിലനിർത്തുക എന്ന ബാധ്യതയാണ് സമസ്തയും അതിന്റെ കീഴ്ഘടകങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയതുമായി കടന്നു വന്നവർക്കാണ് പിൽക്കാലത്ത് അപകടങ്ങളും അമലുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അവരെ പിന്തുടർന്നിട്ടുള്ള ആളുകൾ, നന്മയുടെ ആളുകൾ, അവരിലൂടെയാണ് നമുക്ക് മതം കാലങ്ങളായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അതിന്റെ പരമ്പരാഗതമായ സ്വഭാവമാണ്, പാരമ്പര്യമാണ്. പാരമ്പര്യത്തിൽ അവകാശപ്പെടുന്ന ഒരു സംഘടന എന്ന് പറയുന്നതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തിന് മാതൃകയായിക്കൊണ്ടാണ് ഇന്നലെ നിലനിൽക്കുന്നത്. ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃകയായിക്കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തർഗത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അടുത്ത കാലത്ത് കേരളം സന്ദർശിക്കാനിട വന്നപ്പോ നമ്മുടെ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്വീകരണ പരിപാടി ഏർപ്പാട് ചെയ്തിരുന്നു. അവിടെ വെച്ചുകൊണ്ട്
ഹാമിദ് സാർ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. കേരളക്കരയിലെ ഈ മദ്രസ സംവിധാനം എന്റെ കണ്ണുകളെ സന്തോഷം കൊണ്ട് ഈറനണിയിച്ചു എന്ന് പറഞ്ഞു. ഇന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ നേതാക്കന്മാരെ തേടി അവിടെയുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ മദ്രസ ഇവിടെ തുടങ്ങണം, നിങ്ങൾ ഈ ദഅ്വാ സംവിധാനം ഇവിടെ കൊണ്ടുവരണം, നിങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ മുഴുവൻ ഞങ്ങൾ ചെയ്തു തരാം, എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങൾ ഇതിന്റെ തലപ്പത്തുണ്ടായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹത്തുക്കളെ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ തേടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോവുകയല്ല. നിങ്ങൾ പള്ളിയുണ്ടാക്കിക്കോളൂ, ഞാനതിന്റെ ഉദ്ഘാടനം ചെയ്താൽ മതി, ഞാൻ ഇത്ര തരാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ഏർപ്പാടല്ല സമസ്തക്കുള്ളത്, ഇങ്ങോട്ട് വരുന്ന ഏർപ്പാടാണ്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ സത്യത്തിന്റെ ഒരു മാർഗത്തിൽ നിലനിൽക്കുന്നവരാണ്. നമ്മൾ സത്യത്തിന്റെ ഗജവാഹകർ തന്നെയാണ്. നമ്മുടെ പതാക സത്യത്തിന്റെ പതാകയാണ്. വരക്കൽ തങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള ഈ മൂവർണ്ണ പതാക, അത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പഠിപ്പിച്ച ഇസ്ലാമിന്റെ പതാകയാണ്. അതാണ് സത്യത്തിന്റെ ഇസ്ലാമിന്റെ മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ നമ്മുടെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംഘടനകൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ മറ്റുള്ളവർക്കിടയിലുള്ള ഒരു അംഗീകാരം ഈ പ്രസ്ഥാനത്തിനുണ്ടായിത്തീർന്നത്. LDF-കാരും RSS-കാരനും നമ്മുടെ രാജ്യത്തെ മാറാടും പുന്നാടും തീർത്തുകൊണ്ട് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ആ ദുരന്ത ഭൂമികയിലേക്ക് SKSF-ന്റെ അഭിമന്യനായ നായകൻ, അന്നത്തെ SKSF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും അനുയായികളും പുന്നാട്ട് അശ്വനികുമാറിന്റെ വീട് സന്ദർശിക്കാൻ പോയി. വഴിയിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ജില്ലാ പോലീസ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ നമ്മുടെ അഭിമന്യ നേതാക്കന്മാരോട് പറഞ്ഞു, ഭൂമി ശരിയല്ല, അവിടുത്തെ അന്തരീക്ഷം ശരിയല്ല, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. എന്നാൽ കോഴിക്കോട് ഇസ്ലാമിക് സെന്ററിൽ നിന്ന് പുറപ്പെടുമ്പോ അവരെടുത്തു വെച്ച ഒരു ദൗത്യമുണ്ട്, നമ്മുടെ നേതാക്കന്മാരുടെ മുമ്പിലുള്ള ഒരു ലക്ഷ്യമുണ്ട്. അത് ഭൂവണിയാതെ തിരിച്ചു വരിക എന്നത് നമ്മുടെ സംഘടനക്ക് ശരിയല്ല. അവരുടെ ദൗത്യവുമായി അവർ മുന്നോട്ട് പോയി. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പരിപൂർണ പിൻബലത്തോടുകൂടി സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും അഭിമന്യനായ മുസ്തഫ മാസ്റ്റർ മുണ്ടുബാർ അടക്കമുള്ള നേതാക്കന്മാർ അശ്വനികുമാറിന്റെ മാതാവിനെ വിങ്ങിപ്പൊട്ടിക്കറിയുന്ന അശ്വനികുമാറിന്റെ മാതാവിനെ സന്ദർശിച്ചു. പ്രിയപ്പെട്ട തങ്ങളവர்களോട് അശ്വനികുമാറിന്റെ മാതാവ് പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ലോകത്തിന്റെ മുഴുവൻ ജനങ്ങളും വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്, നമ്മൾ കേട്ടതാണ്. എന്തായിരുന്നു ആ മാതാവിന്റെ മറുപടി? പ്രിയപ്പെട്ട തങ്ങളെ, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമോ നിങ്ങളെ അനുയായികളോ എന്റെ കുഞ്ഞിനെ ഇത്തരത്തിൽ പരിക്കേൽപ്പിക്കുകയില്ല, ഇങ്ങനെ തെമ്മാടിത്തരങ്ങൾ ചെയ്യുകയില്ല. നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, എന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ നിങ്ങളെപ്പോലും കബളിപ്പിച്ചുകൊണ്ട് നിങ്ങളെപ്പോലും കരിവാരിത്തേക്കുന്ന പ്രവർത്തനങ്ങളുമായി വന്നിട്ടുള്ള ആളുകളാണ് എന്റെ മകന് ഈ ഗതികേടുണ്ടാക്കിയത് എന്ന് മഹാനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് എന്റെ പ്രിയമുള്ളവരെ ഒരു അന്യ സമുദായത്തിലെ പെണ്ണാണ്. ഫയാസിന്റെ ഉമ്മയെ കൊണ്ട് എന്റെ മകന്റെ മയ്യത്ത് എനിക്ക് കാണണ്ട എന്ന് പറയിപ്പിച്ചത് ഇസ്ലാം പ്രതിനിധാനം ചെയ്ത രാജ്യസ്നേഹമാണ്. ഹുബ്ബുൽ വതൻ, രാജ്യസ്നേഹം ഈമാനിന്റെ ഭാഗമാണ് എന്ന ആ വിശ്വാസമാണ് ഫയാസിന്റെ ഉമ്മയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോ പല ആളുകളും പറഞ്ഞു അങ്ങനെ പറയിപ്പിച്ചതാണ് എന്ന്. എന്ത് വന്നാലും കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാട്, എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടുമ്പോ, എവിടെയെങ്കിലും ഒരു ചാവേറാക്രമണം ഉണ്ടാകുമ്പോ അതിന് എന്തെങ്കിലും പേരുകളിട്ടുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ മുഴുവൻ കരിവാരിത്തേക്കുന്ന ഏർപ്പാട് കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭനായ ഒരു, അദ്ദേഹത്തിന്റെ പേര് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞത് നോട്ട് ആൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ് ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ്. എല്ലാ മുസ്ലിമീങ്ങളും തീവ്രവാദികളാണ് എന്ന് ഞാൻ പറയുന്നില്ല. നോട്ട് ആൾ മുസ്ലിംസ് ആർ ടെററിസ്റ്റ്, എല്ലാ മുസ്ലിമീങ്ങളും തീവ്രവാദികളല്ല, ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ്, ഇങ്ങനെ പറയുന്നത്. എല്ലാ തീവ്രവാദികളും മുസ്ലിമീങ്ങളാണ്. എന്നാൽ നമ്മൾ പറഞ്ഞു ക്രൈസ്തവ സമൂഹത്തിൽ നിലനിൽക്കുന്ന, വർഷങ്ങളായി നിലനിൽക്കുന്ന അഭയാ കേസ്,
അതുമായി പിടികൂടപ്പെട്ടിട്ടുള്ള ആളുകൾ. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് ക്രൈസ്തവമായിട്ടുള്ള ക്രിസ്തീയ സമൂഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവൻ ആരാണോ അവരെ സമൂഹം പിടികൂടണം, അവരെ അർഹതപ്പെട്ട ശിക്ഷയ്ക്ക് മുമ്പിൽ കൊണ്ടുവരണം. ഇതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. മാലേഗാവ് ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടികൂടിയ സ്വാമിമാർ ഇത് ഹിന്ദു തീവ്രവാദമാണ് എന്ന് ലോകത്തെ ഒരു മുസ്ലിമും പ്രസംഗിച്ചിട്ടില്ല. എന്നാൽ മുസ്ലിം നാമധാരികൾ ചെയ്യുന്ന തമ്മാടിത്തരങ്ങളെ ഇസ്ലാമിന്റെ പ്രതിക്കൂട്ടിൽ കെട്ടിവെക്കുന്ന ഏർപ്പാട് നിങ്ങൾ അവസാനിപ്പിക്കണമെന്നേ നമുക്ക് പറയാനുള്ളൂ. ഇസ്ലാം അങ്ങനെ ഒരു മതമല്ല. ഇസ്ലാം അങ്ങനെ ലോകത്ത് അങ്ങനെ ഒരു ദർശനം പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ഇന്നത്തെ ഖുതുബയിൽ പോലും അത് പരാമർശിക്കപ്പെട്ടു. മദീനയിലേക്ക് ആട്ടിയോടിച്ച പ്രവാചകൻ പിൽക്കാലത്ത് മക്ക വിജയിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു വിജയശ്രീലാളിതനായി കടന്നു വരുന്ന സന്ദർഭത്തിൽ അവിടെ വേണമെങ്കിൽ എന്ത് തീരുമാനവും അള്ളാഹുവിന്റെ പ്രവാചകൻ എടുക്കാമായിരുന്നു. പ്രവാചകൻ എന്ത് തീരുമാനമെടുത്തോ അത് ശിരസാവഹിക്കാൻ മുഴുവൻ ആളുകളും ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ പ്രവാചകനിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇദ്ഹബൂ അൻതുമുത്തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്. ഇതാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ പാരമ്പര്യം. ഇസ്ലാം എവിടെയും ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഈ ഒരു മഹത്തായ ആശയമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രാജ്യത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ ഒരു മനോഹരമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് മറ്റുള്ളവർക്കിടയിൽ നമുക്ക് നൽകിയിട്ടുള്ള ഈ അംഗീകാരം, നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്വീകാര്യത. നമുക്കടുത്ത പ്രദേശമാണ് മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പിൽ ഒരുപാട് ആളുകൾ, 40ഓളം വരുന്ന ആളുകളെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഒരു ബസ് ദുരന്തമുണ്ടായി. നമ്മളാരും അധികം മറക്കാൻ സാധ്യതയില്ല. അതിൽ 36 ആളുകളുടെ ശരീരം തിരിച്ചറിഞ്ഞ് അവരുടെ കുടുംബങ്ങൾക്ക് വിട്ടുകൊടുത്തു. എന്നാൽ ബാക്കി വരുന്ന മയ്യത്തുകൾ പരിപാലിക്കപ്പെടണം, അതിനതിന്റെ ക്രമപ്രകാരമുള്ള മുറകൾ നിർവഹിച്ചുകൊണ്ട് മറവ് ചെയ്യണം എന്നത് രാജ്യത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആരോഗ്യ വകുപ്പിനിടയിൽ പ്രത്യേകമായ ഒരു ആലോചനയായി. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് മോർച്ചറിയിൽ സൂക്ഷിക്കുക? അതിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ഗവൺമെന്റും ആരോഗ്യ വകുപ്പും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് പഠനം നടത്തി. ഈ ബോഡി ആരെ ഏൽപ്പിക്കണം? ഒരുപാട് പ്രസ്ഥാനങ്ങളും ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രമേൽ പ്രസ്ഥാനങ്ങളുള്ള നമ്മുടെ ഭൂമിയിൽ, കേരളക്കരയിൽ ഈ മയ്യത്തുകൾ ആരെ ഏൽപ്പിച്ചാൽ പിൽക്കാലത്ത് മാന്തേണ്ടി വരില്ല എന്ന ചർച്ചയായി. ചില ആളുകളെ ഏൽപ്പിച്ചാൽ പെട്ടെന്ന് മാന്തിയെടുക്കേണ്ടി വരും. ആരോഗ്യവകുപ്പ് കോഴിക്കോട് ഇസ്ലാമിക് സെന്ററിലേക്ക് വിളിച്ചു. അഭിനന്ദനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെയും SKSFന്റെ സമന്നതരായ നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി ഈ മയ്യത്തുകളെ പരിപാലിക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. അനേകം പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമുള്ള ഈ നമ്മുടെ കേരളത്തിൽ SKSFനെ പോലെയുള്ള ഒരു സംഘടനയെ ഇതേൽപ്പിക്കാൻ അതിന്റെ കാരണം നിങ്ങളൊന്ന് വിശദീകരിക്കണം. കേരളത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ നമുക്ക് നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ എവിടെയും 1926 തൊട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുകയാണ്. ഭരണഘടനാപരമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 1989 ഫെബ്രുവരി 19 തീയതി കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ വെച്ചുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും പിൻബലത്തോടെയും പ്രാർത്ഥനയോടെയും കെട്ടിപ്പടുത്തുയർത്തിയിട്ടുള്ള SKSF എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ചലനങ്ങളിലെവിടെയും അതിന്റെ പ്രവർത്തന ഘോതയിലെവിടെയും ഒരു ബ്ലാക്ക് പോയിന്റ് ഉള്ളതായി ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പരിശോധിച്ചു. മുഴുവൻ സംഘടനയുടെയും പ്രവർത്തനങ്ങളെ ഞങ്ങൾ വിലയിരുത്തി. അതിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനത്തിന് ഒരു ബ്ലാക്ക് പോയിന്റ് എവിടെയും രേഖപ്പെടുത്തി വെക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡെഡ് ബോഡികൾ നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്നും അതിന്റെ പരിപാലനം, അതിന്റെ കർമ്മങ്ങൾ നിങ്ങൾ നിർവഹിക്കണമെന്ന് നമ്മളെ ചുമതലപ്പെടുത്തുകയും ചെയ്തത് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കുള്ള അഭിപ്രായമാണത്. നമ്മൾ എവിടെയും വലിഞ്ഞു ചേറി ചെന്നിട്ടില്ല.
സലാമത്ത് നഗറിൽ മലപ്പുറത്ത് വെച്ച് നടന്ന സലാമത്ത് നഗറിലെ സമ്മേളനം, അന്ന് വൈകുന്നേരം സമ്മേളന ദിവസത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് വന്നുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരോട് പറഞ്ഞു, സമ്മേളനം അവസാനിപ്പിക്കണം പറഞ്ഞു, സമ്മേളനം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞു, എന്തിന്റെ പേരിൽ നടത്താതിരിക്കണം, പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല സമ്മേളനം നടത്തുന്നത്, ഞങ്ങളുടെ മാർഗം ശരിയാണ്. നമ്മുടെ നേതാക്കന്മാർ അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശോധിക്കും, നിങ്ങളുടെ ക്രൈം റെക്കോർഡുകൾ നിങ്ങൾ പരിശോധിക്കും, വയർലെസ് സംവിധാനങ്ങളുണ്ടല്ലോ, പരിശോധന പെട്ടെന്ന് നടത്താം. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ നമ്മുടെ ഹിസ്റ്ററി പരിശോധിക്കുകയും അന്നേ ദിവസം തന്നെ നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെ സമ്മേളനം നടത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ പറയുമ്പോ അഭിമാനമുണ്ട് നമുക്ക് എവിടെ നിന്നും ഒരു വല്ലാത്ത, എവിടെ നിന്നാണെങ്കിലും ഒരു വല്ലാത്ത സ്നേഹവും സ്വീകാര്യതയുമാണ് നമുക്ക് ലഭിച്ചത്. കാരണം നമ്മുടെ മാർഗം അതായതുകൊണ്ട്, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യത്തിന്റെ മാർഗം അത് തനതായ ഇസ്ലാമിക രൂപം തന്നെയാണ്. അത് പ്രവാചകർ സ്വഹാബികളിലൂടെ കൈമാറി, താബികളിലൂടെ കൈമാറി, അത് വരക്കൽ തങ്ങളിലെത്തി ശംസുൽ ഉലമയിലൂടെ, ഉമർ അലി ശിഹാബ് തങ്ങളിലൂടെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിലൂടെ, ഇന്ന് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളിൽ കൈകളിൽ ഭദ്രമായി നിലനിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ തന്നെയാണ് സത്യം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതിന് ഈ ചരിത്രങ്ങളുടെ പിൻബലങ്ങൾ നമുക്ക് ധൈര്യവും ഊർജവും പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് സകലവിധ ഭാവുകങ്ങളും നിറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനത്തിന്റെ 1000 ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് ശക്തി പകരാൻ നിങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാവണം എന്ന് വിനയപുരസ്സരം ഉത്തരവാദപ്പെട്ട SKSFന്റെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി പറയുന്നതിന് വേണ്ടി മുഹമ്മദ് കുട്ടി ഹുദവിയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, അതിനു മുമ്പായി വണ്ടി പാക്കിയത് ആളുകളൊക്കെ ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ അവിടെ എഴുതുന്നുണ്ട്. ദേശീയ ഗാനവും കൂടിയുണ്ട്. ആ ഗാനം ആലപിച്ചതിന് ശേഷമേ ആളുകൾ പോകാവൂ എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹ്. ഈ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വളരെ സജീവമായി, വളരെ ക്ഷമയോടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ സംഗമത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും SKSSF അബുദാബിയുടെ പേരിൽ നന്ദി പറയുകയാണ്. അല്ലാഹു ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഈ യോഗം പ്രാർത്ഥന ചെയ്ത് അനുഗ്രഹിച്ച ബഹുമാന്യനായ അബ്ദുർ റഊഫ് ഹസനി, അതുപോലെ ഈ യോഗം ഗംഗ ഉത്കല ചലചിതരംഗ തപ ശുഭ നാമേ ജാഗേ തപ ശുഭ ശിശു മാഘേ गाहे तप जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे